നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സമദ് സാഹിബിന്റെ പ്രഭാഷണം കഴിഞ്ഞു. ഇനി എന്റെ ചില അനുഭവങ്ങൾ മാത്രം നിങ്ങൾക്ക് മുന്നിൽ തുറന്നുവെച്ച് ഞാൻ കാലാവസ്ഥയുടെ ഈ അനുകൂലത നിങ്ങൾക്ക് ഉപകാരപ്പെടും വിധം പെട്ടെന്ന് തന്നെ നിർത്തുന്നു ഇൻഷാ അല്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സത്യസന്ധവും സുതാര്യവുമായ പ്രബോധനത്തിന്റെ അനിവാര്യമായ വശങ്ങളാണ് കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടത്. കൂട്ടുമല്ലി ഉസ്താദിലൂടെ, സമദ് സാഹിബിലൂടെ, എം ചേളാരിയിലൂടെ വളരെ വിശദമായി തന്നെ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നു, ബോധ്യപ്പെടുത്തി തന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ വിഷയങ്ങൾ ഇരുന്ന് ഞാൻ ബോധ്യപ്പെടുകയായിരുന്നു. ഒരുപാട് കാലം ബോധ്യപ്പെടാതെ കിടന്ന ചില സത്യങ്ങളെ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് വളരെ സന്തോഷപൂർവം അറിയാനും അംഗീകരിക്കാൻ അവസരം ലഭിച്ചപ്പോ ആ അവസരങ്ങൾ പല വേദികളിലും ഇരുന്ന് ഞാൻ ആസ്വദിക്കുകയാണിപ്പോൾ. അല്ലാതെ ഞാൻ സമൂഹത്തോട് പ്രസംഗിക്കാനല്ല താല്പര്യപ്പെടുന്നത്. ബഹുമാന്യരായ സയ്യിദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, ഉമറാക്കൾ, ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന, നിങ്ങൾക്ക് മുന്നിൽ, എനിക്ക് മുന്നിൽ വരച്ചു വെക്കുന്ന ഈ ഓരോ അനുഭവങ്ങളും എന്റെ പ്രബോധന പ്രവർത്തനത്തിന് എനിക്ക് പ്രചോദനമാവുകയാണ്. മഴ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്. എങ്കിലും മഴയെ അവഗണിച്ചും നിങ്ങൾ കേൾക്കേണ്ടുന്ന ചില സത്യങ്ങളെ ഇവിടെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടൊരു നാടിന് അനിവാര്യമാകുന്നു എന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. അതോടൊപ്പം സമസ്തയുടേത് മാത്രം എങ്ങനെ അനിവാര്യമാകണം എന്ന അനുഭവമാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ സംഘടനകൾ ഏതുണ്ടായാലും എത്രയുണ്ടായാലും ഞങ്ങളൊക്കെ സമസ്തയുടെ പാതയിൽ തന്നെയാണെന്ന് പറഞ്ഞ് നമ്മുടെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരും അതിന്റെ മഹല്ലുകളിലുള്ള അതിന്റെ സജീവാംഗങ്ങളും വളരെ സന്തോഷത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് മറ്റാരെയും നിയന്ത്രിക്കാതെ മഹല്ലുകളിൽ പ്രവർത്തിച്ചപ്പോ ചിലരൊക്കെ മഹല്ലുകളിൽ കയറി വരികയും അവരുടെ പ്രവർത്തനങ്ങൾ ആരുമറിയാതെ മഹല്ലുകൾക്കുള്ളിൽ അവർ സമുദായത്തിനെതിരാം വിധം വിത്തുപാകുകയും ചെയ്തതിന്റെ പരിണിതി പലപ്പോഴായി മഹല്ലുകളിൽ കാണേണ്ടി വന്നു. അത്തരമൊരു പ്രസ്ഥാനത്തിന്റെ പഴയകാല പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ പഴയകാല പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നതും. ഒരു മഹല്ലിലേക്ക് കയറാൻ എന്തെങ്കിലും ഒരു വേദി കിട്ടിയാൽ വൈറസ് കയറും പോലെ ഞങ്ങൾ കയറും. ക്യാൻസർ പിടിപെടും പോലെയാണ് പിടിപെടുകയും. അത് ആദ്യം രോഗം മനസ്സിലാവില്ല. കുറെ കാലം കഴിയുമ്പോ ഞങ്ങൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പൊന്തി വരും. പാനൂര് തന്നെ ഉദാഹരണമായി എടുക്കാം. ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയവും മതപരവും സാമൂഹികവുമായ പാശ്ചാത്തലവും പാരമ്പര്യവും എന്തായിരുന്നു? മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരക്കൊപ്പം രാഷ്ട്രീയപരമായും മതപരമായും ഒന്നിച്ചു നിന്നൊരു പാരമ്പര്യം ഈ നാടിനുണ്ടായിരുന്നു. ഈ നാട് അത്രമേൽ സമുദായത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിക്കാൻ പ്രയത്നിച്ച നേതാക്കളുടെ നാടാണ്. പക്ഷേ ഇവിടെ പോലും പലപ്പോഴായി കയറി പല പ്രദേശങ്ങളിലും കയറിക്കൂടാൻ ഞങ്ങൾക്കൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് ആദ്യം പറയട്ടെ, നിങ്ങളുടെ സന്മനസ്സായിരുന്നു അതിന് കാരണം. ഞാനിവിടെ ഇരുന്ന് സമദ് സാഹിബിന്റെ ലേഖനം വായിച്ചത് ഞാൻ സമദ് സാഹിബിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്,
മഹല്ലുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആരെയും ഒന്നും ചെയ്യാതെ നാം ആ പ്രവർത്തന രംഗത്ത് എല്ലാവർക്കും കടന്നു വരാൻ അവസരം കൊടുക്കുന്നു എന്ന വിധത്തിൽ മഹല്ലിലുള്ള പ്രവർത്തകർ പറയുന്നു എന്നൊരു വാചകത്തെ അദ്ദേഹം വളരെ കൃത്യമായി വരച്ചു കാണിച്ചു, അടയാളപ്പെടുത്തിയ ഭാഗം ഞാനൊന്നുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ. ഇവിടെ ഒരു സംഘടനയുമില്ല, പഴയ രീതിയിലാണ് പോക്ക് എന്ന സ്ഥിരം പല്ലവി ആവർത്തിച്ചിരുന്ന പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ തലപൊക്കുകയും നിയന്ത്രണാതീതമാവുകയും ചെയ്തു. അതിനാൽ വളരുന്ന തലമുറയിൽ സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ യുക്തമായ രീതിയിൽ ഒരു ശ്രമം നടത്തണം. ബിദ്അത്തിനെതിരെ ആശയ പ്രതിരോധവും കാലഘട്ടത്തിന്റെ അനിവാര്യതയുമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഇത്തരം മുദരിസുമാർ മഹല്ലിൽ അല്പകാലം നിന്ന് കുതന്ത്രം പുറത്തായി പിരിച്ചുവിടപ്പെട്ടാൽ കക്ഷി പോയ ശേഷം കേൾക്കാം, ഉസ്താദ് ഉഷാറായിരുന്നു, എന്ത് നല്ല ദുആയിരുന്നു, ചുരുക്കത്തിൽ തനിക്ക് അനുകൂലമായ ഒരു വിങ്ങിനെ വളർത്തിവെച്ചുകൊണ്ടായിരിക്കും അയാൾ സ്ഥലം വിട്ടിരിക്കുക. ഈ പ്രയോഗങ്ങൾ, ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ കണ്ടപ്പോ എന്റെ പഴയകാല പ്രവർത്തനവും സംഘടനയുടെ പ്രവർത്തനമാണ് ഓർമ്മ വന്നത്. വളരെ കൃത്യമാണ്. നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ എത്രമേൽ കൃത്യമാണ്. ഇത് അടിച്ചിറക്കിയത് മുതലായി ഈ രണ്ട് വാചകങ്ങൾ മാത്രം മതി ഇത് നിങ്ങൾക്ക് കൂലി കിട്ടാൻ വേണ്ടി. ഇതൊരു പ്രബോധനമാണ്. ഇത് നിങ്ങൾക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട പ്രിയപ്പെട്ട എന്റെ SKSSFന്റെയും അതുപോലെ ജമിയത്തുൽ മുഅല്ലിമീന്റെയും മഹല്ല് ജമാഅത്തുകളുടെയും പ്രവർത്തകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയപ്പെട്ട മനസ്സല്ലേ സത്യത്തിൽ നിങ്ങൾക്ക്? ഞങ്ങൾക്കിവിടെ ഒരു സംഘടനയുമില്ല, ഞങ്ങൾക്കിവിടെ വേറൊന്നുമില്ല എന്ന് പറയുന്നൊരു സംസ്കാരവും ഒരു നിലപാടുമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ആ നിലപാടുകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പഴയകാല നേതാക്കളും സംഘടനയും മഹല്ലുകളിൽ പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ മഹല്ലുകളിൽ ഭിന്നതയുടെ വിത്തുപാകുകയും ചെയ്തു. ആ നിങ്ങളുടെ നിഷ്കാമകർമ്മികളായ നിങ്ങളുടെ നേതാക്കളുടെ പ്രവർത്തനം ഇവർ ദുരുപയോഗം ചെയ്തു. എന്തുകൊണ്ടാണ് ഇതിന് കാരണമായത്? മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാരയായ കേരളത്തിലെ സമസ്തയും രാഷ്ട്രീയ പ്രസ്ഥാനവും. ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വമായിരുന്നു പാണക്കാട്ട് സയ്യിദുമാരുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. ഈ പ്രസ്ഥാനങ്ങൾ മഹല്ലത്തുകളിൽ ജീവിക്കുമ്പോൾ, പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ പാണക്കാട്ട് സയ്യിദുമാരുടെ നേതൃത്വത്തിലെ അവരുടെ സ്വഭാവ മഹിമ നാം ഉൾക്കൊള്ളും. എന്നിട്ട് നാം പാണക്കാട്ടേക്ക് പോകും, അല്ലെങ്കിൽ തങ്ങന്മാരെ നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരും, അവരെ സ്വഭാവം കണ്ട് നമ്മൾ പഠിക്കും, എന്നിട്ട് നമ്മൾ അവരുടെ സ്വഭാവം അനുസരിച്ച് മഹലിൽ പ്രവർത്തിക്കും. ഇങ്ങനെ എല്ലാവരോടും തുല്യ സ്നേഹത്തിൽ, ആരോടും നമുക്ക് തെറ്റിദ്ധാരണയില്ല. ഒരു ശത്രു നമുക്കിടയിലേക്ക് കടന്നു വരുമെന്ന ചിന്ത പോലും നമുക്കില്ല. കാരണം എന്താ? നമ്മൾ നിഷ്കാമകർമ്മികളായ പാണക്കാട്ടത്തെ സയ്യിദന്മാരെയും ഷംസുലുലമയൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്റെ നേതാവിനെ പോലുള്ളവർ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി നിങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ജീവിതശൈലി നിങ്ങൾ പഠിച്ചപ്പോ കടന്നാക്രമിക്കാനും നിങ്ങളുടെ മഹല്ലുകളെ അസ്ഥിരപ്പെടുത്താനും ഞങ്ങൾക്ക് പലപ്പോഴും സാധിച്ചു. അതുകൊണ്ട് ആ സ്വഭാവം മാറ്റണം എന്നല്ല പറയുന്നത്, ആ സ്വഭാവം തുടരണം. പക്ഷേ നമ്മുടെ മഹല്ലുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വരുന്നത് ഈ സമുദായത്തിന്റെ മുഖ്യധാരയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. അത് തടഞ്ഞില്ലെങ്കിൽ നാളെ നമ്മുടെ മഹല്ലുകളിൽ ഇന്ന് കാണുന്ന ഐക്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു 25 കൊല്ലം മുമ്പ് ഇവിടെ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന, മതപ്രവർത്തനം നടത്തുന്ന, മഹല്ലുകൾ ഭരിച്ചിരുന്ന എന്റെ മഹല്ലിന്റെ നേതൃത്വത്തോടാണ് ഞാൻ ചോദിക്കുന്നത്, ആ കാലഘട്ടത്തിലുള്ള മഹല്ലിന്റെ അവസ്ഥ എന്തായിരുന്നു? നമുക്കൊരു മഹല്ല്, ഒരു പള്ളി, അല്ലെങ്കിൽ ഒരു ജുമാഅത്ത് പള്ളി, അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള 2 or 3 പള്ളികൾ, അതിന്റെ കീഴിലുള്ള മദ്രസകൾ മാത്രം. ഈ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാൽ ആ തീരുമാനം അംഗീകരിച്ച് ജനങ്ങളെല്ലാം ഒന്നിച്ചംഗീകരിക്കും. ആ മഹല്ല് കമ്മിറ്റി അംഗീകരിക്കാൻ വേണ്ടിയോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞാൽ മതി, മറ്റാരുടെയും തിട്ടൂരം അനിവാര്യമായിരുന്നില്ല. അത് രാഷ്ട്രീയപരമായ വിഷയത്തിലായിരുന്നെങ്കിൽ പാണക്കാട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് നമ്മുടെ മഹല്ലിൽ തന്നെ, നമ്മുടെ മഹല്ലിനപ്പുറത്ത് ഏതെങ്കിലും ഒരു ഓഫീസിന്റെ പേരിൽ മദ്രസയില്ലെങ്കിലും ഒരു സ്വലാത്തെങ്കിലും അവിടെ കച്ചവടം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാവും. അങ്ങനെ മഹല്ലിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മാനസിക ഐക്യത്തെയും പരസ്പരമുള്ള ബന്ധത്തെയും ബന്ധനങ്ങളാക്കി മാറ്റുകയും ആ ബന്ധം മുറിച്ചു മാറ്റുകയും ചെയ്തത് 25 കൊല്ലങ്ങളുടെ ഒരു കണക്ക് പറയുമ്പോഴാണ്.
ആരാ ഇത് ചെയ്തത്? ബിദ്അത്തുകാരെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. ഇത് 921 വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ സമസ്ത മുന്നോട്ട് വന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് സാധിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു, അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. നേരത്തെ ഇവിടെ വിശദീകരിച്ചല്ലോ, സമസ്ത സാഹിബും മറ്റുള്ള ഉസ്താദുമാരും വിശദീകരിച്ചു. എന്താണത്? ബിദ്അത്തുകാർ വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മോടൊപ്പം നമ്മുടെ മഹല്ലുകളെ നയിച്ചതുകൊണ്ട് ഇന്ന് നാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഖുർആൻ ഓതാൻ, അവർക്ക് വേണ്ടി എല്ലാ നന്മകളും ചെയ്യാൻ നമ്മുടെ മക്കളുണ്ടാകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പ്രവർത്തനവും ഇടപെടലും ഉണ്ടായതുകൊണ്ടാണ്. ഈ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ബിദ്അത്തുകാരൻ നമുക്ക് നമ്മുടെ മക്കളെ, നാം മരിച്ചു പോകുമ്പോൾ നമ്മുടെ മക്കൾ മയ്യത്തുമെടുത്ത് ഹൈസ്പീഡിൽ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ട് തിരിച്ചു പോരുകയല്ലാതെ ഒരു ദിക്ർ പോലും ചെല്ലുന്ന, ഒരു ഖുർആൻ ഓതുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതുണ്ടാക്കി തന്നത് സമസ്തയാണ്. ഈ സമസ്തയോട്, ഇങ്ങനെ ഉണ്ടാക്കി തന്ന സമസ്തയോട് നമുക്ക് കടപ്പാടില്ലെങ്കിൽ പിന്നെ എന്തിനോടാണ് നമുക്ക് കടപ്പാടുള്ളത്? അതുകൊണ്ട് ഈ ബന്ധവും ഈ സംസ്കാരവും ഈ നേതൃത്വവും ഈ പ്രസ്ഥാനവും നാം അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന, ഇന്ന് സൈനുൽ ഉലമ നേതൃത്വം നൽകുന്ന, ഷംസുൽ ഉലമ മുമ്പ് നേതൃത്വം നൽകിയിരുന്ന, കോയക്കുട്ടി ഉസ്താദ് എന്ന നേതൃത്വം നൽകുന്ന, എല്ലാറ്റിനുമേലെ പാണക്കാട്ട് സയ്യിദുമാർ അതിന് ആത്മീയ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ വഴിയും വഴികാട്ടിയും. ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 25 കൊല്ലമായി കേരള സമൂഹത്തിൽ ഇതൊക്കെ മാറ്റിയിട്ടൊരു പുതിയ സംസ്കാരം കൊണ്ടുവരാനായിരുന്നു എന്റെ പ്രസ്ഥാനം ശ്രമിച്ചിരുന്നത്, എന്റെ പഴയകാല പ്രസ്ഥാനം. അവരാണ് മഹല്ലുകളിൽ ഭിന്നതയുണ്ടാക്കാൻ പുതിയ ശ്രമങ്ങൾ നടത്തിയത്. എങ്ങനെയായിരുന്നു അത്? പാണക്കാട്ട് സയ്യിദുമാർ എന്ത് വിളിച്ചു പറഞ്ഞാലും, എന്ത് മതത്തിനു വേണ്ടി പറഞ്ഞാലും, രാഷ്ട്രീയത്തിനു വേണ്ടി പറഞ്ഞാലും, സാമൂഹികമായി പറഞ്ഞാലും, ഒരു കലാപത്തിന്റെയോ ഒരു കുഴപ്പത്തിന്റെയോ വക്കിലെത്തിയാൽ പോലും സമാധാനം വേണമെന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ നിശബ്ദമായി നിൽക്കാൻ ഏത് സമുദായവും തയ്യാറാവുന്ന വിധത്തിലേക്ക് പാണക്കാട്ട് സയ്യിദുമാർ വളർന്നു. അവരുടെ നേതൃത്വം അത്രത്തോളം മഹത്വമുള്ളതായിരുന്നു. ഒരു മനുഷ്യന്റെ ശരീരവും ആത്മാവും ശുദ്ധമാവും എപ്പോഴാണ്? അവൻ സയ്യിദാവുമ്പോഴാണ്, തങ്ങളാവുമ്പോഴാണ്. അങ്ങനെ ശുദ്ധരായ നേതൃത്വം കേരള മുസ്ലിങ്ങൾക്ക് ലഭിച്ചു എന്നതും അത് പാണക്കാട്ട് നിന്ന് തന്നെ ആയി എന്നതും വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സമുദായ ശത്രുക്കൾ ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ഈ നേതൃത്വം ഉണ്ടായാൽ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു പുതിയ ഇരയെ പിടിച്ചുകൊണ്ട് ഈ നേതൃത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പലരും ആഗ്രഹിച്ചു. പാണക്കാട്ട് തങ്ങൾ ഒരുപാട് മഹല്ലുകളുടെ കാളിയാണ്, മുസ്ലിം കേരളത്തിന്റെ നേതാവാണ്, മുസ്ലിം പണ്ഡിതന്മാരുടെ നേതാവുമാണ്, എങ്കിൽ ഇനിയെന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു വ്യക്തിക്ക് സമുദായ വിരുദ്ധ ശത്രുക്കളുടെ പിന്തുണയോടെ, മറ്റ് സമൂഹങ്ങളുടെ പിന്തുണയോടെ അയാൾക്ക് വളർന്നു വരാനും അയാൾക്ക് അതിനിടയിൽ പിടിച്ചു കയറാനും അവസ്ഥയുണ്ടായത്. പാണക്കാട്ട് തങ്ങളുടെ സ്ഥാനം എനിക്ക് കയറി പിടിക്കണമെന്ന ചിന്തയുണ്ടായത്. അതിനുവേണ്ടി അദ്ദേഹം കുറെ പ്രവർത്തിച്ചു നോക്കി. പണ്ടൊരു കഥ പറയാറുണ്ട്. ഒരു ബീരാൻ തൊട്ടടുത്ത വീട്ടിലുള്ള അഹമ്മദ് ഹാജിയുടെ വളർച്ച കണ്ട് അയാൾക്ക് ടെൻഷനായി. അവസാനം അയാൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമത്രേ, പടച്ചവനെ അഹമ്മദ് ഹാജിനെ പോലെ എന്നെയുമാക്കണേ. നിരന്തരം പ്രാർത്ഥിച്ചു, പക്ഷെ ഫലം ഉണ്ടായില്ല. അവസാനം അയാൾ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് തീരുമാനമെടുത്തു. അയാൾ ദുആ ചെയ്തു, പടച്ചവനെ ഞാൻ ഒരുപാട് കാലമായി ദുആ ചെയ്തു ബീരാനായ എന്നെ അഹമ്മദ് ഹാജിയെ പോലെ ആക്കാൻ, പക്ഷെ ഇതുവരെ നീ ആക്കിയില്ല. എന്നാൽ പകരം ഇനി അഹമ്മദ് ഹാജി എന്നെ പോലെ നീ ആക്കണേ പടച്ചോനെ. ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തി. അതുപോലെ ഒരുപാട് കാലം പാണക്കാട്ടെ സയ്യിദുമാരെയും ആ നേതൃത്വത്തെയും തകർക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോ അവസാനം എന്റെ പ്രിയപ്പെട്ട പഴയകാല നേതാവ്, ഇപ്പോൾ ഞാൻ ഏറെ വെറുക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ആ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പാണക്കാട്ടെ തങ്ങളെ താഴെയിരുത്തിയിട്ട് തനിക്ക് നേതാവണമെന്ന തന്റെ ചിന്തയുമായി മുന്നോട്ട് വന്നപ്പോ സമുദായം കൊടുത്തു അയാൾക്ക് മറുപടി. എന്താ സംഭവിച്ചത്? സമസ്തയുടെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു പോയിരുന്ന അയാൾക്ക് സമസ്തയുടെ മഹല്ലുകളിൽ 1000 അംഗീകരിച്ചിരുന്ന കാന്തപുരത്തെ 5 ആള് മാത്രം അംഗീകരിക്കുന്ന അവസ്ഥയിൽ, ഓരോ മഹല്ലിലും 8 ആൾ അംഗീകരിക്കുന്ന അവസ്ഥയിൽ, 2, 3, 4 ആൾ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആ മഹാന്മാരോട് സയ്യിദുമാരോട് കളിച്ചപ്പോ അയാൾക്ക് കിട്ടി. ഞാൻ ഓർക്കുകയാണ്, ഇതൊന്നും എന്റെ വകയല്ല. പാണക്കാട്ട് സയ്യിദുമാരുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാലഘട്ടത്തിൽ, ഞാൻ SSLC പ്രായത്തിൽ SSLC പഠിച്ച് എന്ന കാലത്ത് MSFന്റെ മണ്ഡലം കമ്മിറ്റി മെമ്പറായിരുന്നു. പിന്നെ മർക്കസ് പഠിക്കാൻ പോയി.
SSLC കഴിഞ്ഞ് നേരെ മർക്കസിലേക്ക് പോയപ്പോ ആ വർഷം അവിടെ നിന്ന് കാന്തപുരത്തിന്റെ മഹദ് ഫضലും ലീഗുമായിട്ടുള്ള ബന്ധം അവിടുന്ന് അവസാനിച്ചു. പിന്നെ ഞാൻ തിരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പിന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല കേരളത്തിൽ. പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ നവംബർ 25-ാം തീയതി പാണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സ്വാദിഖ് അലി തങ്ങളുമൊക്കെയുള്ള ആ മഹത്തായ സദസ്സിൽ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വെച്ച് തങ്ങളവരുടെ കൈ തൊടാൻ കഴിഞ്ഞ നിമിഷമേതാണോ ആ നിമിഷം മുതൽ ഹൈദർ അലി ശിഹാബ് തങ്ങളും പാണക്കാട്ട് സയ്യിദുമാരും നേതൃത്വം നൽകുന്ന മത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാ പ്രവർത്തനത്തിലും ഞാൻ ഭാഗവാക്കും, ഞാൻ അതിന്റെ അംഗവുമാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അതിനുശേഷം എന്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നു. ശരീരത്തിൽ നിന്ന് ഒരു വലിയ ഭാരമഴിച്ചു വെച്ചതുപോലെ സമുദായത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹത്തോടൊപ്പം നിന്ന് നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ, എല്ലാ തിന്മകളെയും വലിച്ചെറിയാൻ, എല്ലാ തിന്മകളുമുള്ള പ്രസ്ഥാനത്തെ വലിച്ചെറിയാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. ആ തങ്ങളുടെ കൈപിടിച്ചതു മുതൽ, ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൈപിടിച്ചതു മുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ആ ആത്മീയമായ ഒരു യാത്ര, ആ ആത്മീയമായ ബന്ധം, ആത്മീയമായ ആ ബന്ധം ഇന്നും എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. ആ ബന്ധത്തെക്കാൾ വലുതല്ല 26 കൊല്ലം കാന്തപുരത്തോടൊപ്പം നിന്ന ജീവിതമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. 26 കൊല്ലം ആ വ്യക്തിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് എനിക്ക് ലഭിക്കാത്തത് സർവ്വതും നിമിഷങ്ങൾ കൊണ്ട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ നിന്നപ്പോ ആത്മീയമായി ലഭിച്ചു. ഭൗതികമായിട്ട് ഇവിടെ ലഭിക്കൂല എന്ന് എനിക്കറിയാം, അത് അവിടെ തന്നെ ഉള്ളത്. അതെല്ലാ പണവും സമ്പന്നതയും സമ്പന്നതയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ലഭിക്കുക അവിടുന്നാണ്. അത് വേണ്ടാത്തോട്ട് പോകുന്നതാണ് ഇങ്ങോട്ട്, അത് ആവശ്യമില്ല, അത് ദുനിയാവിലെ ശവം മാത്രമാണെന്ന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പദ്ധത്തിൽ നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് പോലും പല സ്ഥലങ്ങളിൽ ഞാൻ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് 26 കൊല്ലം. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇങ്ങനെ കൂടി പ്രവർത്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കളവ് പറയാൻ മാത്രം ജീവിക്കുന്നൊരു ജന്മം. ഒരു പണ്ഡിതനെ, ഇവിടെ നാം എത്ര ഉസ്താദുമാരെ കാണുന്നു, സൈനുൽ ഉലമയെ കാണുന്നു. ഞങ്ങൾ പട്ടിക്കാടെത്തിയപ്പോ ആദ്യമായി സൈനുൽ ഉലമ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, കളവ് പറയരുത്, വഞ്ചന നടത്തരുത്, ചതി നടത്തരുത്. ഇത്തരം തോന്നിവാസങ്ങളൊന്നുമില്ലാതെ നസൂഹായ തൗബയുമായാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ സ്വീകരിക്കുന്നു ഞങ്ങൾ, നിങ്ങൾക്ക് ധൈര്യമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കാം. ഞാൻ സന്തോഷിച്ചു. കാരണം ഞാൻ അത്തരം ഒരു സാധനത്തിൽ നിന്ന് ഒഴിവായി പോരാനാണ് പോകുന്നത്. പക്ഷെ എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, നൗഷാദ് ഹസനി. എന്തോ അയാൾ ചിലപ്പോ അത് കേട്ടപ്പോ പേടിച്ചിട്ടുണ്ടാവുമായിരിക്കും. അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും, കളവും പറ്റൂല, ചതിയും പറ്റൂല, വഞ്ചനയും പറ്റൂല, പിന്നെ എങ്ങനെ വിടുക? അങ്ങനെയുള്ളൊരു സ്ഥലത്താണല്ലോ മൂപ്പര് പോരുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അപ്പൊ തന്നെ പിന്നെ അയാളെ കണ്ടിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പ്രസ്ഥാനം മഹാന്മാർ നയിക്കുന്ന, പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഔലിയാക്കൾ നയിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണിത്. ഇവിടേക്ക് കയറി വരണമെങ്കിൽ ഷംസുൽ ഉലമ സ്കാൻ ചെയ്തിട്ട് കയറ്റിവിടണം. അതുപോലെ ഈ പ്രസ്ഥാനമുണ്ടാക്കി വെച്ച, ഇത് സ്ഥാപിച്ച വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്കാൻ ചെയ്യാതെ ഈ പ്രസ്ഥാനത്തിനുള്ളിലേക്ക് കടന്നു വരാൻ കഴിയില്ലെന്ന് അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഈ മഹാന്മാർ രണ്ടുപേരും കിടക്കുന്ന പുതിയങ്ങാടിയിലെ മക്കാമിലേക്ക് ഞാൻ പോയിട്ടുണ്ട് വരുന്നതിന് മുമ്പ്. അന്ന് ഞാൻ ആ സെൻസിങ് മാസിക എന്ന് പറഞ്ഞ സാധനം അവസാനിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അതിന്റെ എഴുത്തിലും ലേഖനത്തിന്റെയും എഡിറ്റിംഗിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിനിടയിൽ പെട്ടെന്നൊരു സമയത്ത് കിട്ടിയപ്പോൾ നേരെ പോയി അവിടുന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നു. അൽഹംദുലില്ലാ, മനസ്സിന് സമാധാനവും വളരെ സന്തോഷമായി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ നൗഷാദ് ഹസനി, നമ്മുടെ ചില നേതാക്കൾ പൂങ്ങാടി ഭാഗത്തുണ്ടെന്നും അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് അവിടുന്ന് കാണാമെന്നും പറഞ്ഞ ഹസനിയെ വിളിച്ചത്രേ. പിന്നീടാണ് ഞാൻ ആ കഥ അറിയുന്നത്. ഹസനിയെ വിളിച്ചു. ഹസനി പുതിയങ്ങാടിയിലേക്ക് പോയി. പുതിയങ്ങാടിയിൽ ചെന്ന് പുതിയങ്ങാടിയിൽ വെച്ച് ഷംസുൽ ഉലമയുടെ മക്ബറക്ക് തൊട്ടടുത്തെത്തിയപ്പോ അവർ പറഞ്ഞു, നമുക്കവിടെ സിയാറത്ത് ചെയ്തിട്ട് പോരാം. ആരാഹസനി? മലപ്പുറത്തെ പട്ടണത്തിലെ, മലപ്പുറം ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുന്നി മഹൽ നിലനിൽക്കുന്ന സ്ഥലത്ത് 4 or 5 പ്രാവശ്യം സുന്നി മഹലിൽ പട്ടാപ്പകല് കയറിപ്പോയ ആളാണ് ഹസനി. ഇതിനു മുമ്പ് രാത്രിയല്ല, രാത്രി റെക്കോർഡ് ചെയ്യാൻ പോയിട്ടുണ്ട്.
അത് വേറെ. 4-5 പ്രാവശ്യം പകല് കയറിപ്പോയ അശ്വനി, അവിടെ നിന്ന് ആര് കണ്ടാലും ഒരു ഭയവുമില്ലായിരുന്ന അശ്വനി പല സ്ഥാപനങ്ങളിലും പല സ്ഥലത്തും നമ്മുടെ ആളുകൾക്കിടയിൽ MEA കോളേജിലേക്കും അതുപോലുള്ള സ്ഥലത്തും കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ കണ്ടിരിക്കെ കയറിപ്പോയ അശ്വനിക്ക് പുതിയങ്ങാടിയിലെ മക്കാമിന്റെ മുന്നിലെത്തി സിയാറത്ത് ചെയ്യാൻ അകത്തേക്ക് വിളിച്ചപ്പോ അശ്വനി പറഞ്ഞത്രേ, ആള് കാണും, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് സിയാറത്തിന് വരുന്നില്ല. അങ്ങനെ വണ്ടിയിലിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു അശ്വനി അകത്തേക്ക് വരുന്നതിനെ തടഞ്ഞത് ഈ 2 സ്കാനിംഗ് മെഷീനുകളാണ്. അത് സമസ്തയുടെ സ്കാനിംഗ് മെഷീനുകളാണ്. അവർ പറയാതെ ഒരാൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ്. ഇതിനപ്പുറത്തൊരു അന്വേഷണം ഞാൻ നടത്തുന്നില്ല. ഇതാണ് കറക്റ്റ്. പിന്നെ ഒരു മെഷീൻ അയാളെ ഇതുപോലെ പരീക്ഷണം നടത്തിയിരുന്നു, നിരീക്ഷണം നടത്തിയിരുന്നു. ആ മെഷീൻ അയാളെ വലിച്ചെടുക്കുകയും ചെയ്തു. അത് മക്ബറയെന്നല്ല, എയർപോർട്ടിന്റെ അടുത്തുനിന്നാണ്. കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് പ്ലാസയിൽ ഇരുന്ന് ഇതേപോലെ 2 ദിവസം മുമ്പ് കാന്തപുരം വിളിച്ചു അദ്ദേഹത്തെ. എന്നിട്ട് അയാൾ വിളിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞു, പണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ 921 ദ്വീപിലൊക്കെ നാട് കടത്തിയിരുന്നു ആളുകൾ. അതുപോലെ അശ്വനി ചെയ്ത കുറ്റത്തിന്റെ പേരിൽ അശ്വനോട് വിളിച്ചു പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിളിച്ച് രാത്രി ഒരു 1-2 മണി സമയത്ത് വിളിച്ചിട്ട് കുറെ സംഭാഷണമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, അശ്വനി, കേരളത്തിൽ നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ ഗോവയിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയിട്ട് കുറച്ച് ജോലി ചെയ്യും, ഒരു 6 മാസം, അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നാൽ ഞങ്ങളെ സംഘടനയിൽ കയറ്റിക്കൊള്ളാം. ഇങ്ങനെയുണ്ട്. ഇതിന് നല്ലത് അന്തമാനിലേക്ക് നാട് കടത്തലായിരുന്നില്ലേ? ഗോവയിലേക്ക് ജോലി. അള്ളാഹു അലം, ഗോവയിൽ അയാൾ പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചേകനൂരിന് ഇവിടെങ്കിലും തരായിരുന്നു. JCB ഇവിടുന്ന് അവിടെ കൊണ്ടുപോകണം, ഇത്ര വാടക കൊടുക്കണം. ആ നിലയിലേക്ക് ആ മനുഷ്യനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ പ്രവർത്തനത്തിന്റെയും സുതാര്യതയും സുവ്യക്തതയും നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ മദ്രസകളുണ്ട് കേരളത്തിൽ. ഈ മദ്രസകൾ ഉണ്ടാക്കിയത് ആരാ? കാന്തപുരം സുന്നികളാണോ? പാരമ്പര്യമായി ഈ വിഭാഗം ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ നമ്മുടെ കുട്ടികൾ കാന്തപുരം പോലും പഠിച്ചു വളരുന്നത്, അദ്ദേഹത്തിന്റെ മക്കൾ പോലും പഠിച്ചു വളരുന്നത്, ഓരോ AP വിഭാഗത്തിന്റെ വലിയ പ്രവർത്തകരും പഠിച്ചു വളർന്നത് എവിടെയാണ്? സമസ്തയുടെ മദ്രസയിലാണ്, അല്ലേ? എന്നിട്ട് ഇതുണ്ടാക്കി വെച്ചൊരു സമൂഹത്തെ പിളർത്തിയിട്ടാണ് ഈ സംഘടന ഉണ്ടായത്. ഇവിടെ കണ്ണിയത്ത് ഉസ്താദിനെതിരെ പ്രവർത്തിക്കുകയും കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തൊരു വിഭാഗം, അവരുടെ കേസിന്റെ ഫലമായി കണ്ണിയത്ത് ഉസ്താദ് നടത്തിയ പ്രാർത്ഥനയുടെ 3ാം പ്രാർത്ഥനയായിരുന്നു ഇന്നലെ. ഒരുപാട് സ്ഥലത്ത് നിന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു. ആദ്യം കോഴിക്കോട് നിന്ന്, പിന്നെ മലപ്പുറത്ത് നിന്ന്. ഇന്നലെ 16-ാം തീയതി പ്രാർത്ഥന നടത്തിയത് എറണാകുളത്ത് വെച്ചായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. ഇങ്ങനെ നിരന്തരം കണ്ണിയത്ത് ഉസ്താദ് എന്ന മഹാന്റെ പ്രാർത്ഥനയുടെ ഫലം ഈ വിഭാഗം കണ്ടറിയുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനാണ് പരിചയപ്പെടേണ്ടത്. എങ്കിലും എന്റെ അനുഭവത്തെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. ആരാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന 3 പേർ? ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ആരാ കണ്ണിയത്ത് ഉസ്താദ്? കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോയവർ കൊണ്ടുകൊടുത്ത ചായപ്പൊടി സ്വീകരിക്കാതിരുന്നപ്പോ, ഇത് അതിഥികൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയുടെ കയ്യിൽ കൊടുത്ത്, ഇത് നിനക്കും എനിക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഹറാമാണ്, ഇത് വീട്ടിൽ അതിഥികളായി വരുന്നവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ച കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ പ്രസ്ഥാനം. സമുദായത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന എന്റെ പഴയകാല നേതാവ്. മറ്റൊന്നാരാണ്? ഷെയ്ഖുന ശംസുൽ ഉലമ. ഷംസുൽ ഉലമയെ കുറിച്ച് അറിയാത്തവർ ഈ നാട്ടിലുണ്ടാവില്ല. ഷംസുൽ ഉലമയുടെ ജീവിതത്തിന്റെ ഒപ്പത്തിനൊപ്പം നടന്ന കുട്ടിയസന്താരിമി ഉസ്താദിന്റെ ആ പുത്രന്മാരും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനവും യമാനിയൊക്കെയുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് ഷംസുൽ ഉലമയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണ്ട. എങ്കിലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ വൈസ് പ്രിൻസിപ്പളായിരുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അദ്ദേഹം മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അള്ളാഹു സ്വർഗസ്ഥനാക്കുമാറാവട്ടെ, അമീൻ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നേരിട്ട് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞ അനുഭവം, അല്ലാതെ SKSFന്റെ പ്രവർത്തകർ പറഞ്ഞതല്ല, ഞാൻ പങ്കുവെക്കുകയാണ്. ഷംസുൽ ഉലമയെ കുറിച്ച് SKSFന്റെ പ്രവർത്തകരും പറയാറുണ്ടാവും. എന്താണ്? ഷംസുൽ ഉലമ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നന്ദി ദാറുസലാമിൽ, ഷംസുൽ ഉലമയുള്ള കാലത്ത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നന്ദി ദാറുസലാമിലുണ്ട്. നന്ദി ദാറുസലാമിൽ വെച്ച് ഷംസുൽ ഉലമ ബുഹാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിശബ്ദമായി ഒരു സമയത്ത് കുറെ സമയം ഒന്നും മിണ്ടിയില്ല.
സദസ്സാകെ, ശിഷ്യന്മാരാകെ വിഭ്രാന്തിയിലായി അവരിങ്ങനെ നോക്കിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ശംസുൽ ഉലമ പിന്നെയും തുടർന്നു നന്നായി ഇൽമിന്റെ ബഹറിങ്ങനെ എന്താ ഉസ്താദ് നിശബ്ദായത്? അപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞത്രേ, ഞാൻ സംശയം വന്നു. അപ്പോ ഞാൻ പെട്ടെന്ന് ബുഹാരി ഇമാമുമായി ആ വിഷയത്തിൽ ബുഹാരി തങ്ങളിൽ നിന്നുള്ള മറുപടി പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. എനിക്ക് നല്ല മറുപടി കിട്ടി. അൽഹംദുലില്ലാഹ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയായിരുന്നു. അതുകൊണ്ട് നാളെ നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ നാളെ ഒരു ഗ്ലാസിൽ വെള്ളവും കൊണ്ടുവരണം, പച്ചവെള്ളം കൊണ്ടുവരണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, നാളെയും ഒരുപക്ഷേ ബുഹാരി ഇമാം ഈ ദർസിലേക്ക് വന്നാൽ നമുക്ക് മന്ത്രിക്കാൻ വേണ്ടി കൊടുക്കണം, ആ വെള്ളം മന്ത്രിപ്പിക്കണമെന്ന് പറഞ്ഞ ഷംസുൽ ഉലമ. എന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഇതുപോലെ ബുഹാരി ദർസ് നടത്തുന്ന ഒരു പണ്ഡിതനാണ്, ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബുഹാരി ദർസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ ഞാൻ കേട്ടൊരു വാചകമുണ്ട്. അതുകൂടി ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ശംസുൽ ഉലമയുടെ മഹത്വം മനസ്സിലായി, നമുക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വവും മനസ്സിലായി. ഇനി ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒരു കാലഘട്ടത്തിൽ പുറത്താക്കിയ കാന്തപുരമെന്ന എന്റെ പഴയകാല നേതാവ്, അല്ലെങ്കിൽ ഇവരെ ധിക്കരിച്ച് പുറത്തുപോയ കാന്തപുരമെന്ന എന്റെ പഴയകാല നേതാവിനെ കുറിച്ച് കാന്തപുരത്തിന്റെ തന്നെ ശിഷ്യനായ പത്തപ്പിരിയം ഋഷി സക്കാഫി ഒരു പ്രസംഗത്തിൽ നടത്തിയ ആ ഒരു പ്രയോഗം ഞാനിങ്ങനെ ഓർത്തെടുക്കുകയാണ്. ബുഹാരിയുടെ ദർസ് നടക്കുകയാണ്. ബുഹാരി ദർസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാന്തപുരാണ് ദർസ് നടത്തുന്നത്, ശംസുൽ ഉലമയല്ല. ദർസ് നടന്നുകൊണ്ടിരിക്കവേ പെട്ടെന്നതാ കാന്തപുരത്തിന് ഒരു ഫോൺ വരുന്നു. ആരായിരുന്നു ഫോണിൽ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ദേവഗൌഡ. എന്നിട്ട് ഉസ്താദ് കൃത്യമായി അയാളോട് സംസാരിച്ചു, വിഷയങ്ങളൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു. എങ്ങനെയുണ്ട്? രണ്ടുപേരാണ് ഈ മജ്ലിസിൽ ഇറങ്ങി വന്നത്. ഒന്ന് ശംസുൽ ഉലമ ദർസ് നടത്തിയപ്പോ ബുഹാരി ഇമാം ഇറങ്ങി വന്നു, അവിടുന്ന് സംവദിച്ചു. കാന്തപുരം ദർസ് നടത്തിയപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി, അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ദേവഗൌഡ ഫോണിൽ വന്നു സംസാരിച്ചു. നേതൃത്വത്തിന്റെ വ്യത്യാസങ്ങളാണ് ഈ പറയുന്നത്. ഈ രണ്ട് ഇത്രയും വ്യത്യാസമുള്ള ഒരു സമൂഹം. അപ്പൊ പിന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അന്വേഷിച്ച് ബോധ്യപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഏതായാലും ബുഹാരി ദർസിൽ ദേവഗൌഡ വരുന്നൊരു നേതാവിന് എനിക്ക് വേണ്ട, ശംസുൽ ഉലമയും അതുപോലെയുള്ള പ്രസ്ഥാന നേതാക്കളുമുള്ള ഒരു സംവിധാനം മതിയെന്ന്. അങ്ങനെ ഞാൻ അന്വേഷണവുമായി അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. 26 കൊല്ലം അയാളോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ചു, അയാളുടെ സംഘടനയിൽ പ്രവർത്തിച്ചു, സ്ഥാപനത്തിലുണ്ടായിരുന്നു, ഒരുപാട് വിഷയങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചു. അവസാനം ഇപ്പോ ചില സത്യങ്ങൾക്ക് തുറന്നു പറയണം എന്ന് നിർബന്ധം തോന്നിയപ്പോ, അത് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ ഇപ്പൊ കാന്തപുരം പറയുന്നത്, എനിക്ക് രാമന്തളി എന്ന് പറഞ്ഞ ഒരാൾ അറിയുന്നില്ല. അതിനേക്കാളും നല്ല മല്യ സ്വന്തം വാല് മുറിച്ചിട്ട് നമ്മൾ കിട്ടാന്നിട്ടാണ് പോവാ. ഇതെന്റെ വാല് തന്നെയാണ്, നിങ്ങൾ എടുത്തോളൂ. 26 കൊല്ലം ഈ വ്യക്തിയോടൊന്നിച്ച് പ്രവർത്തിച്ചിട്ട് അവസാനം അയാൾ പറയാണ്, എനിക്ക് ഇയാൾ അറിയില്ല. പിന്നെ മൂപ്പര് പറഞ്ഞെന്തോ, ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോ? 2 മാസം മുമ്പ്. 2 മാസം മുമ്പ് ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഞാൻ 4-4.5 മാസമായി അയാളായിട്ട് എല്ലാ ബന്ധവും ഇട്ടിട്ട്. എന്നിട്ട് അയാൾ പറയാണ്, ഇപ്പോ കുണ്ടൂരിൽ വെച്ച് ഒരു ഉറൂസ്, അവരുടെ ഉറൂസ് എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നതിൽ അതിന്റെ ദിവസം മുമ്പ് കുണ്ടൂരിൽ പോയി ഞാൻ നന്നായിട്ടൊരു ആ പരിപാടിയിൽ ചെന്നപ്പോ അവിടുന്ന് നന്നായിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. കാരണം 4 ദിവസം കഴിഞ്ഞാൽ 3-4 ദിവസത്തിനുള്ളിൽ മൂപ്പര് വരുന്നുണ്ട് അവിടെ. അപ്പൊ മൂപ്പര് മറുപടി പറയണമല്ലോ, അതിനുവേണ്ടി പറഞ്ഞു. അവസാനം അവിടെ മൂപ്പര് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞതാണ്, ഞാൻ ആകെ 2 മാസം മുമ്പ് ഒരു പ്രാവശ്യം ഇയാളെ കണ്ടിട്ടുള്ളൂ. എന്താ ഇയാളുടെ പ്രത്യേകത? എനിക്കറിയില്ല അയാളെ, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നൊക്കെ ഒരു പച്ചപ്പൊള്ളു. ഇങ്ങനെ പറയുന്ന ഒരാളെ പണ്ഡിതനായി അംഗീകരിക്കാൻ പറ്റുമോ? ഒരു മുത്താല്യമായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇയാളൊരു മുഅല്ലിമും ഒരു ആലിമായി അംഗീകരിക്കേണ്ടത്. ഇയാൾ പച്ച പറയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, എന്താ
2 മാസം മുമ്പ്, 4 മാസമായിട്ട് ഞാൻ അയാളായിട്ട് ബന്ധമില്ല, 4 മാസം മുമ്പ് ഒരു ദിവസം ഒരു വ്യാഴാഴ്ച രാത്രി അയാളെ വീട്ടിൽ പോവുകയും ഞാൻ ചാനലിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുഴുവൻ ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് അയാളുടെ കയ്യിൽ കൊടുത്ത് 3/4 മണിക്കൂർ സംസാരിച്ച് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ഇയാൾ കളവ് പറയാണ്, 2 മാസം മുമ്പ് എന്നെ ഒരു സൽക്കാരത്തിന് ഈ രാമന്തളി വിളിച്ചിരുന്നു, അതിന് ഞാൻ പോയിട്ട് ഞാൻ അയാളെ കണ്ടിരുന്നു. എങ്ങനെ? ഞാൻ അയാളുടെ കൂടെ 26 കൊല്ലം പ്രവർത്തിച്ചെന്നുള്ള സത്യമാണ്. ഒരുപാട് തവണ, 100 കണക്കിന് തവണ എന്നെ അദ്ദേഹം കാണുകയും ഞാൻ അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പല ആവശ്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷേ ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ദുരന്തം ഞാൻ ചെയ്തിട്ടില്ല. അയാൾക്ക് ഒരു സദ്യ ഒരുക്കുക എന്നുള്ള പരിപാടി, അങ്ങനെ ഒരു ദുരന്തം എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞത് ഞാൻ അയാൾക്ക് സദ്യ ഒരുക്കി വിളിച്ചു എന്നാ. എന്ത് കോപ്പുണ്ട മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി. 2 മാസം മുമ്പാണെങ്കിലും പറയാം. മാത്രമല്ല, എന്നെ 2 മാസത്തിന്റെ ഉള്ളിൽ അയാൾ കണ്ടു, എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ സംഘടനയിലുള്ള നേതാക്കളൊക്കെ വഞ്ചിച്ചിട്ട് അയാൾ രഹസ്യമായിട്ട് എന്നോട് സംഭാഷണം നടത്തിയെന്നല്ലേ? 4.5 മാസം ഞാൻ അയാൾക്കെതിരാണ്, അയാളുടെ സംഘടനക്കെതിരാണ്. എന്നിട്ടും അയാൾ പറയാണ് 2 മാസം മുമ്പ് ഞാനൊരു സംഭാഷണം നടത്തിയിരുന്നു. അപ്പൊ ഇയാൾ ചാരപ്പണി എടുക്കുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ട സംഘടനക്കുള്ളിൽ? മനസ്സിലാക്കിക്കോളി. പേരോടും ഇവിടുത്തെ ലത്തീഫ് സാദിയൊക്കെ, ഇനി അഷ്റഫ് സാദി ആയാലും വേണ്ടില്ല, സക്കാഫി ആയാലും വേണ്ടില്ല, എല്ലാവരും മനസ്സിലാക്കൽ നല്ലതാണ്. നിങ്ങളുടെ നേതാവ് കളവ് മാത്രമേ പറയുള്ളൂ, ഇത്ര കൃത്യമായി. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ കാന്തപുരത്തിനെതിരെ കോടതിയിൽ കയറിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഘടനകളും. ഈ സമയത്ത് കാന്തപുരത്തെ രക്ഷപ്പെടുത്താനും കൂടെ അദ്ദേഹത്തിന് അനുകൂലമായി കേസിൽ കക്ഷി ചേരാനും കേരളത്തിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലും SSF-കാരിൽ നിന്ന് കിട്ടാതെ വന്നപ്പോ ഞാനാണ് കാന്തപുരത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. കാന്തപുരം തന്നെയാ വക്കീലിനെ വിളിച്ചു പറഞ്ഞത്. വക്കീൽ ചോദിച്ചപ്പോ അത് എന്റെ കുട്ടിയാണ്, അവൻ എന്തായാലും അതിന് പറ്റുമെന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകിയത് കാന്തപുരാണ്. എന്നിട്ട് ഇപ്പൊ അയാൾ പറയാണ് എന്നെ മൂപ്പർക്ക് അറിയില്ല. എന്തൊരു കഷ്ടാണ് ഇത്. പറയാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടുത്തെ SSF-കാർ ചിലപ്പോ പറയും രാമന്തളി ഞങ്ങൾ ആരുമല്ല, നിങ്ങളത് പറയണം, നിങ്ങൾ പറഞ്ഞ ബാക്കിയും കൂടി അങ്ങോട്ട് തുറന്നു നോക്കും, അപ്പൊ ഒക്കെ ശരിയാവും. അവർ സാധാരണ പറയുന്നതാണ് ഞങ്ങൾ ആരുമല്ല. ഞാൻ ആരാന്നുള്ളത് കടവത്തൂർ അഷ്റഫ് സക്കാഫി സ്വയം ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് പറഞ്ഞാൽ മതി. നിങ്ങളാണല്ലോ ഇവിടുത്തെ നേതാവ്, ജില്ലാ സെക്രട്ടറി പഴയ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട AP വിഭാഗത്തിന്റെ നേതാക്കളോട് ഞാൻ എന്തെങ്കിലും സത്യം തുറന്നു പറയുന്നു എന്നതുകൊണ്ട് ഞാൻ ആരുമല്ലായിരുന്നു എന്ന് പറയാൻ ശ്രമിച്ചാൽ ജനം നിങ്ങളെ ഈ വിഷയത്തിൽ തിരിച്ചറിയാനുള്ളൊരു കാരണമാവും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട. ഞാൻ ആരുമല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നിങ്ങളുടെ സംഘടന ഏറ്റവും വലിയ സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും വലിയ പണി എന്താ? ആദർശം, മുഖാമുഖവും ഗണ്ണനവും സംവാദം നടത്തലെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? അങ്ങനെ ഈ കഴിഞ്ഞ 5 കൊല്ലം തുടർച്ചയായി നടന്ന 10 സംവാദങ്ങളിൽ മധ്യസ്ഥനായി നിങ്ങൾ നിശ്ചയിച്ചത് ഒരിക്കൽ പോലും മാറ്റാതെ എന്നെ തന്നെയായിരുന്നില്ലേ? നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? 10 സംവാദം, അതുപോലെ ഒരുപാട് സംവാദ വ്യവസ്ഥകൾ തയ്യാറാക്കിയിട്ടുണ്ട് മുജാഹിദ് വിഭാഗവുമായി. ആ വ്യവസ്ഥകളിൽ 65 വ്യവസ്ഥയിൽ ഞാൻ പങ്കെടുത്തതിന്റെ രേഖ എനിക്ക് ഹാജരാക്കാൻ കഴിയും. മാത്രമല്ല, കാന്തപുരത്തിന്റെ മാസ്റ്റർ പീസായി ഇപ്പൊ കാന്തപുരം കൊണ്ടു നടക്കുന്ന മുടി, ആ മുടിയുമായി ബന്ധപ്പെട്ട് SKSSF-നോട് നിങ്ങൾ നടത്തിയ 2 സംവാദങ്ങളിലെ കേരളത്തിൽ മലപ്പുറത്തും തൃശൂരും വെച്ച് നടത്തിയ 2 സംവാദങ്ങളിൽ ആരായിരുന്നു നിങ്ങളുടെ മധ്യസ്ഥൻ? പറയണം നിങ്ങൾ ആരാ. അതുപോലെ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്താൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റേ കാന്തപുരം കളവ് പറഞ്ഞാലും ഇന്ന് ഓൺലൈൻ രംഗത്ത് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് നോക്കുക, എന്റെ പേരടിക്കുക, 500-ലധികം വീഡിയോ അതിനകത്തുണ്ടാവും. ഈ പറഞ്ഞ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിന് ഉണ്ടാവില്ല അത്ര. ഇതൊന്നും ഞാൻ എന്ന് പറയാനല്ല, ഇത് ഞാൻ പറയേണ്ടി വന്നത് പല സ്ഥലത്തും. ഇപ്പൊ ആദ്യം തന്നെ ഇത് പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ. പല സ്ഥലത്തും പോയി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ ഒന്നും ഇതാ പറയാം, ആരും ആയിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ. പിന്നെ ആരോ ആയിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അത് പറയില്ലല്ലോ. പിന്നെ അത് പറയാൻ സമയം ഉണ്ടാവില്ല, പിന്നെ വേറെ പറയട്ടെ, വേറെയാണ് കേൾക്കേണ്ടത്. അങ്ങനെ ഇത്രത്തോളം നിങ്ങളെ കൂടെ പ്രവർത്തിച്ച പിന്നെ നേതാവ് കളവ് പറയുമ്പോൾ അനുയായികളും പറയില്ലേ കളവ്? അങ്ങനെ ഇത്രത്തോളം ഇവരുടെ കൂട്ടത്തിൽ പ്രധാന പ്രവർത്തകനായി നിന്ന് കാന്തപുരത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവസാനം സത്യം ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ പുറത്തു വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആരുമല്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ അതിൽ ആരോ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന സത്യങ്ങൾ, എനിക്ക് സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചെറിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ.
സംഘടന മാറാന്നുള്ളത്. അത് കേരളത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഈ പ്രദേശത്ത് SSFകാരായി നിൽക്കുന്ന ഓരോ പ്രവർത്തകനോടും പറയാനുള്ളത്, ഞാനും നിങ്ങളും ആ സംഘടനയിൽ പ്രവർത്തിച്ചത് ആഖിറത്തിന് വേണ്ടിയായിരുന്നു. ആഖിറത്തിന് വേണ്ടി ആരും ആഖിറം നഷ്ടപ്പെടുത്തി പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ ഇനി നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുമെന്ന ബോധം, ഈമാനിന്റെ തുരുമ്പെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും തരുമ്പിൽ ഒരു മൂലയിൽ ബാക്കിയുള്ള ഒരു SSFകാരനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണമെന്ന് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് നിങ്ങളുടെ ഈമാനികമായ വിജയത്തിന് അനിവാര്യമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിൽ വന്ന് കേരളീയ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരുപാട് വേണ്ടാത്തരങ്ങൾ, ഒരുപാട് തോന്നിവാസങ്ങൾ, അത് സമൂഹം കാലാകാലങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര പ്രവർത്തിച്ചുകൂടെ? കേരളത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി? അതിൽ പലതും അനാവശ്യങ്ങളായിരുന്നെന്നും വേണ്ടാധീനങ്ങളായിരുന്നെന്നും സമൂഹം കണ്ടിട്ടില്ലേ? എന്നിട്ട് അവസാനം കാന്തപുരത്തെ കൊണ്ടുവന്ന് ഇപ്പൊ വലിയ കുത്തുപോക്കാക്കണം. അതിനൊരു മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട്. അയാളുടെ പേരാണ് പകരഹസനി. നിങ്ങളൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും. സ്വപ്ന നഗരത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സ്വപ്നം ഉണ്ടാവുക? പകരഹസനി പറയും, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ വേറൊരാളെ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക, കാന്തപുരം ഇങ്ങനെ ഇരിക്കുക. ഹെപ്പി കടന്നു വരുമ്പോ കൈപിടിച്ച് റസൂലുള്ളാഹി തങ്ങൾ ഇരുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിൽക്കുക. പറഞ്ഞ വിശ്വസിക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഓരോ കളവ് പറയാ. ഇത് സമുദായ ശത്രുക്കളുടെ സ്ഥിര അടവാണ്. ഞാൻ ഓർത്തുപോവുകയാണ്, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യരുണ്ടാക്കി വെച്ച ഹംഫർ എന്ന ചാരന്റെ ചരിത്രം ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ ഇത് നിഷേധിക്കാൻ കഴിയൂല. ഇതിന്റെ മലയാളം പ്രസിദ്ധീകരിച്ചത് കാന്തപുരം വിഭാഗമാണ്. അതിലുണ്ടൊരു സ്വപ്നം, ഇതേപോലുള്ള സ്വപ്നം. എന്താ സ്വപ്നം? ഹംഫർ പെട്ടെന്ന് ഉറക്കിലൊരു സ്വപ്നം കണ്ടു. ഉറക്കിലല്ലാതെ ഇവര് കാണുന്നതുകൊണ്ടാണ് ഉറക്കിൽ ഞാൻ പറഞ്ഞത്. ഉറക്കിലൊരു സ്വപ്നം കണ്ടു. ഉറക്കിൽ എന്താ കണ്ടത്? പെട്ടെന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു സദസ്സിൽ ഇങ്ങനെ കയറി വരിക. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളുണ്ട്, അങ്ങനെ സ്വഹാബികൾ മുഴുവൻ ഇരിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നത്രേ. എന്നിട്ട് പറഞ്ഞു, എന്റെ സമുദായത്തെ സമുദ്ധരിക്കാനുള്ള നേതാവാ കടന്നു വരുന്നത് എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തു. ആരെ? മുജാഹിദ് ഉണ്ടാക്കിയ നേതാവിനെ ഈ ബ്രിട്ടീഷുകാരനായ ഹംഫർ പറഞ്ഞു കൊടുക്കുകയാണ് സ്വപ്നത്തിൽ. എന്നിട്ട് അയാളെന്നെ എഴുതുകയാണ്, ഇത് വ്യാജ സ്വപ്ന, ഞാൻ കണ്ടതൊന്നുമല്ല, ഇയാളെ ഉത്തേജിപ്പിച്ച് മുസ്ലിംകളെ തകർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്വപ്നം കണ്ടത്. അപ്പൊ ഇയാൾ ചോദിക്കൂ, ഇത്ര സ്ഥിരമായിട്ട് ഇടയ്ക്കിടെ ചോദിക്കും, നീ അന്ന് കണ്ട സ്വപ്നം ഒന്നുകൂടി പറയും. ഈ കാലത്ത് ചോദിക്കണ്ടല്ലോ, പകരന്റെ CD ഒന്നുകൂടി ഇട്ടാൽ മതിയല്ലോ മുമ്പ് വണ്ടിയിൽ. ഇതേ സ്വപ്നമാണ് പകരയും കണ്ടത്. അപ്പൊ സമുദായ ശത്രുക്കൾ എന്താ പകരേണ്ടത്? പകരേണ്ടത് ഇങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കാന്തപുരം കളരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു വരുത്താണ് ഒരാളെ. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് കാണേണ്ട നേതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാ? കാന്തപുരം. റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ നേതാവാണോ കാന്തപുരം? ഇങ്ങനെ സ്വപ്നങ്ങൾ ഇല്ലാ കഥകൾ പറഞ്ഞ് സമുദായത്തിൽ ഒരു വലിയാക്കിയിട്ട് മൂപ്പരെ തവസ്സുലല്ല ഇസ്തിയാസ ചെയ്യാനുള്ള പരിപാടിയിലാണ് മൂപ്പരകാലശേഷം. ഏതായാലും അത് ഈ സമുദായം അനുവദിക്കുന്ന പ്രശ്നം തന്നെയില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സമുദായം. എന്നിട്ടിപ്പോ ഈ പേരിൽ ഒരുപാട് സ്ഥലത്ത് എന്തൊക്കെയാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചവട. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകും. ഈ വിഭാഗത്തിന്റെ അവസ്ഥ, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോയാൽ നമുക്കൊരു ഷീറ്റ് കിട്ടൂലേ? ഇതാ ഷീറ്റ് കണ്ടില്ലേ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ? ഏതെങ്കിലും ഡോക്ടർമാരെ കാണാൻ പോയാൽ ഇതാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊടിയത്തൂർ 0495 അങ്ങനെ OP നമ്പർ 504 സ്വാലിഹ് തീയതി 8 ഏജ് 18 എന്നൊക്കെ പറഞ്ഞ് ഗുളിക കയറി കൊടുക്കും. ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ സമുദായത്തെ വെച്ച് കച്ചവടം നടത്തുന്ന ഒരു വിഭാഗത്തിന്റെ മനസ്ഥിതിയെ ഞാൻ തുറന്നു കാണിച്ചു തരാണ് നിങ്ങളുടെ മുന്നിൽ. ഇതിന്റെ അടിയിലൊരു പരസ്യം, സ്വലാത്ത് മഹൽ ചാത്തപ്പറമ്പ് കൊടിയത്തൂർ. ഇങ്ങനെയുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടറെ കാണാൻ പോയാലേ അതിന്റെ അടിയിൽ പരസ്യം, കച്ചവടത്തിന്റെ പരസ്യമാണ്. ഇതവിടെ ഈ കൊടിയത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇന്നലെ ഞാൻ അവിടെയായിരുന്നു, കൊടിയത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തെ AP വിഭാഗം അവരുടെ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി കാണുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു സ്വലാത്ത് മഹൽ എന്ന് പേരിട്ട് രോഗികളൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ മൂപ്പർ ഇങ്ങനെ, നമ്മൾ മെഡിക്കൽ ഷോപ്പിന്റെ പരസ്യം ഉണ്ടാവില്ല താഴെ,
അതിന് പകരം സ്വലാത്ത് മഹലിന്റെ പരസ്യം. എന്നിട്ട് ഇത് വിളിക്കുക, രോഗായ ഉടനെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്താ സംഭാവന തരാനുള്ള ഉദ്ദേശിക്കുന്നത് തന്നോളൂ, മരുന്ന് വാങ്ങണ്ട. ഡോക്ടർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുള്ള ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്താലും വാങ്ങണ്ട. അതിനുശേഷമുള്ള സ്വലാത്ത് ചെല്ലുന്നതിന് നമ്മളെതിരല്ല, പക്ഷേ സ്വലാത്തിനെ കച്ചവടാക്കുന്നതിനാണ് നമ്മളെതിരാവുന്നത്. സ്വലാത്ത് ഒരുപാട് ചെല്ലിക്കുകയും ചൊല്ലാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ 3 സ്വലാത്ത് ചെല്ലുന്ന ആ സ്വലാത്തിന്റെ പ്രത്യേകത നമുക്ക് കേട്ടതാണ്. പക്ഷേ കാന്തപുരത്തിന്റെ വിഭാഗം ചെയ്യുന്നത് എന്താണ്? സ്വലാത്ത് ഇത് അതിന്റെ 2ാം ഭാഗമാണ്. കാരണം സ്വലാത്ത് 1.5 കോടി സ്വലാത്ത് സമർപ്പണം, സ്വലാത്ത് പാക്കേജാണ്. ഇങ്ങനെയാണ് 1.5 കോടി സ്വലാത്ത് ഇല്ല. ആരെല്ലാവരും നിങ്ങളൊക്കെ ചെല്ലുക, നിങ്ങളെ വീട്ടിൽ നിന്ന് ചെല്ലിയിട്ട് SSFന്റെ യൂണിറ്റ് കമ്മിറ്റി ഒരു കവർ കൊടുത്തയക്കും. അതിൽ എത്ര ചെല്ലിന്ന് എഴുതിയിട്ട് അതിൽ ആ ചെല്ലിന്റെ എണ്ണ ഇടുക, എഴുതിയിടുക. പിന്നെ വേറെന്തോ ഇടേണ്ടി വരും? കവറാണല്ലോ തന്നത്, പൈസ ഇടണം. പൈസ ഇട്ടിട്ട് നിങ്ങൾ കൊടുത്തയക്കുക. എന്നിട്ട് സ്റ്റേജിലെത്തിയിട്ട് ഈ നേതാക്കൾ ഇവിടുത്തെ പരിപാടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സ്വലാത്ത് മഹലിലും എല്ലാ സ്ഥലത്തുള്ള പണിയാണ്. എന്നിട്ട് ഇവിടെ സ്റ്റേജിലെത്തിയിട്ട് ഈ നേതാക്കൾ AP വിഭാഗത്തിന്റെ AP അടക്കം ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. ഇവരിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹദിയ ചെയ്യാം. സമസ്തന്റെ മദ്രസ നിങ്ങളുടെ ഈ സംസ്കാരത്തെ തകർക്കാൻ കാരണം എന്താ? ചെറിയ കുട്ടികൾക്കറിയാം, സമസ്തന്റെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വലാത്ത് ചൊല്ലിയ അപ്പൊ തന്നെ അത് സ്വീകരിക്കും, അല്ലേ? പാർസലാക്കാൻ വേറെ ആളെ വേണോ? ഈ വിഭാഗത്തെ വേണോ പാർസലാക്കാൻ? എന്നിട്ട് ഇത്രയും ബുദ്ധി പോലും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങളെ കച്ചവടത്തിന് വേണ്ടി സ്വലാത്ത് ആദ്യം ഉപയോഗിച്ചു. ആ കൂട്ടത്തിലാണ് ഇതും. ഈ രേഖയും അതാണ്. ആ കച്ചവടത്തിന്റെ മറ്റൊരു ഭാഗങ്ങളും ചിന്തിച്ചു നോക്കും. മരുന്നിന്റെ ഷീറ്റ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഏതെങ്കിലും ആയുർവേദ ഫാർമസിന്നോ എന്തെങ്കിലും ഒരു ഫാർമസിന്ന് ഉണ്ടാവും. ഇനി കാന്തപുരം ഫാർമസിന്ന് അടിച്ചാൽ പോലും സ്വലാത്ത് മഹലിൽ നടിച്ച് ജനങ്ങൾ ഇങ്ങനെ വഞ്ചിക്കണം. ഈ വിധത്തിലേക്ക് ഒന്നാന്തരം കച്ചവടക്കാരായി സ്വലാത്തിനെ കച്ചവടവൽക്കരിച്ച് രംഗത്ത് വന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു. കാരണം ഈ കച്ചവടക്കാരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ച് ഇവരുടെ മുഖം വികൃതമാക്കിയില്ലെങ്കിൽ സമുദായത്തെ ഇനിയും വിറ്റുപെറുക്കുമെന്നറിയാം. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ തന്നെ ഇയാളെ കച്ചവടം തുടങ്ങാൻ ഇയാൾക്ക് ഭാഗ്യം കിട്ടി. ആ ഭാഗ്യം കൊണ്ട് അയാള് നിർഭാഗ്യത്തിന്റെ അവസാനത്തിലെത്തി. എന്താ സംഭവിച്ചത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു മുടിയുണ്ടെന്ന് പറഞ്ഞ് അയാളിങ്ങനെ നടന്നു. ഞാനിങ്ങനെ ഓർത്തു നോക്കുകയാണ്, ജിഷാൻ മാഹിന്റെ കയ്യിൽ 10-16 മുടിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു, ഞാനും അസിനും. ഒരു ദുരന്തം ഓർക്കുകയാണ്. എന്നിട്ട് അത് എന്റെ കയ്യിൽ നിന്ന് ഞാൻ അസിന്റെ കയ്യിലേക്ക് കൊടുത്തു. അസിന്റെ കയ്യിലുണ്ട്. ആ 10-16 ഉള്ള ആളാണ് മിനിയാന്ന് മർക്കസിൽ പരിപാടി നടന്നപ്പോ അയാൾ അവിടെ പോയി ക്യൂ നിന്നിത്ര 3 ഉള്ള സ്ഥലത്ത് പോയിട്ട് ഈ 16 വെള്ളം കുടിച്ചാൽ പോരെ, 3 ഉള്ള സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? അത് ക്യൂ വെക്കേണ്ടി വന്നു. പണ്ഡിതിനി ഘോരം ശ്രദ്ധിച്ചാൽ അവസാനം അവിടെ ക്യൂ വെക്കേണ്ടി വന്നു. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് നാടുമായി നല്ലൊരു ബന്ധം ഈ വിഷയത്തിലുണ്ട്. എന്റെ മാറ്റത്തിന്റെ പിന്നിൽ ഒരിക്കൽ കേരളത്തിൽ ഈ വിഷയത്തിൽ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ഒറിജിനലാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും പ്രഭാഷണങ്ങളും ഖണ്ഡനങ്ങളും സംവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് SKSSFന്റെ പ്രവർത്തകർ സമ്മേളനം നടത്തി ഇതിനെ ചോദ്യം ചെയ്തു. ആ സമയത്ത് ഈ നാട്ടുകാരനും കണ്ണൂർ ജില്ലാ SYSന്റെ സെക്രട്ടറിയുമായിരുന്ന കടവത്തൂർ അഷ്റഫ് സഖാഫി വിളിച്ചു നൌഷാദ് ഹസനിയെ. എന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പരിപാടിയിൽ നിങ്ങൾ വരണം. പക്ഷേ സ്റ്റേറ്റ് നേതൃത്വം പറഞ്ഞു പരിപാടിയിൽ പോകാൻ പാടില്ല. ഏത് പരിപാടി? മുടി വിശദീകരണ മറുപടി സമ്മേളനത്തിൽ പോകാൻ പാടില്ല എന്ന് AP വിഭാഗത്തിന്റെ നേതൃത്വം. ജില്ലാ നേതാവായ അദ്ദേഹം പറയുന്നു പോണം. അവസാനം പ്രശ്നമായി. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കാന്തപുരത്ത് കൊണ്ട് ഒളിപ്പിക്കുമെന്നാ പോവാം. യൂണിറ്റ് കമ്മിറ്റിക്ക് പോകണം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വന്നപ്പോ ഞങ്ങൾ അന്ന് മുതലാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ 2-3 യാത്രകളുണ്ട്, അതിൽ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണിതെന്ന് കാന്തപുരം പറയുന്നു, അല്ല എന്ന് SKSSF പറയുന്നു. SKSSFകാരോട് ചോദിക്കുമ്പോ അവരെ പ്രഭാഷണങ്ങൾ മുഴുവനും കേൾക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് നടത്തുന്ന ഏത് കള്ളക്കച്ചവടത്തെയും ജിഹാദ് ചെയ്ത് ഈ രാജ്യം അനുവദിക്കുന്ന വിപ്ലവകരമായ പോരാട്ടത്തിലൂടെ ഞങ്ങൾ നേരിടുമെന്ന് SKSSFകാർ പറയുന്നു. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്നു. പക്ഷേ മറുപടി പറയേണ്ട SSFകാരൻ പറയുന്നു അതിനെപ്പറ്റി നമ്മൾ മിണ്ടണ്ട, അതിനെപ്പറ്റി നമ്മൾ മറുപടി പറയണ്ട. അപ്പൊ സംശയമായി. കാരണം ഇത് ഹക്കാണ് എന്ന് വിശ്വസിക്കുന്ന കാന്തപുരം
അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ കാന്തപുരം അതൊക്കെ പറഞ്ഞെങ്കിലും കൂടെയുള്ള നേതാക്കൾക്ക് വിശ്വാസമില്ല എന്ന് അതോടെ നമുക്ക് ബോധ്യപ്പെടുക. അതൊരു അന്വേഷണമായി മാറുകയാണ്. ആ അന്വേഷണം അവസാനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്തയുടെ വേദിയിലേക്ക്, സമസ്തയുടെ പക്ഷത്തേക്ക് വരാൻ എനിക്ക് റബ്ബ് തൗഫീഖ് തന്നു. ലക്കൽ ഹംദു യാ അല്ലാഹ്. അങ്ങനെ ഒരു വലിയ സംഭവം, ആ അന്വേഷണമാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കുറെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഇങ്ങനെ പറയുന്നത്. അപ്പോ ആ വിഭാഗത്തിൽ നിന്നപ്പോ ഞങ്ങൾക്ക് കുറച്ച് കാര്യമായി ആ സംഘടന പഠിപ്പിച്ചു തന്നത് റെക്കോർഡൊക്കെ ചെയ്യാനുള്ള പരിപാടികളാണ്. ഇപ്പൊ പലരും പ്രഭാഷണം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, സംഭാഷണങ്ങളോ ഫോൺ കോളുകളൊക്കെ നേതാക്കളുടേത്, അവരുമായിട്ട് സംവാദവും ചർച്ചകളും നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ പലരെയും ഹമീദ് ഫൈസി അതുപോലെയുള്ള ഉസ്താദുമാര് ഒക്കെ റെക്കോർഡ് ചെയ്തതുപോലെ ഞാനും ജിഷാനും ഇങ്ങനെ തുടരായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു ദിവസം നമുക്കിങ്ങനെ ഒരു കൗതുകത്തിന് തോന്നി, ഇങ്ങനെയൊക്കെയാണെങ്കിലും കാന്തപുരത്തിന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ പഠിപ്പിച്ച ഗുരുവിനെ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കി. അപ്പോ നല്ല സുഖമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഒന്നുകൂടി റെക്കോർഡിങ് ഒന്ന് വിപുലപ്പെടുത്തിയാൽ പേരോട്ട് ചെയ്താൽ എങ്ങനെയുണ്ട്, അതൊരു സുഖമുള്ള പരിപാടി, അതും ചെയ്തു. പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോ അത് റെക്കോർഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ എല്ലാം റെക്കോർഡിങ്ങിന് പറ്റുന്നതാണെന്ന് മനസ്സിലായപ്പോ ഇതൊക്കെ റെക്കോർഡ് ചെയ്തു. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചപ്പോ മനസ്സിലായി ഇവർ പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന പണ്ഡിത വേഷധാരികളാണ്. ഇവർ യഥാർത്ഥ സമസ്തയോട് തുലനം ചെയ്യാൻ പോലും അവകാശമുള്ളവരല്ല എന്ന് കൃത്യമായി മനസ്സിലായി. കാരണം എന്താ, ഇവരെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവരെന്താ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നാടകങ്ങൾ വായിക്കണം, നാടകമാണ് പഠിക്കാൻ പഠിപ്പിക്കുന്നത്. SSFന്റെ പ്രസിദ്ധീകരണം ഞാൻ ഇന്ന് രാവിലെ വരുമ്പോ എനിക്ക് പഴയൊരു പ്രസിദ്ധീകരണം ഞാൻ ഇങ്ങനെ പഴയത് ഓരോന്നെടുത്ത് നോക്കുന്നതിനിടയിൽ ഞാനൊരു റിസാല കണ്ടു. റിസാലയിൽ എന്താ കുട്ടികളോട് പറയുന്നത്, കവിത എഴുതാൻ പൂതിയുള്ളവർ കവിത മാത്രം വായിച്ചാൽ പോരാ, നോവലും വായിക്കണം, നോവലും വായിക്കണം. വേറെ അതിനേക്കാൾ വായിക്കാൻ പറഞ്ഞ വേറെ ഉണ്ട്. ഞാൻ പൊതു സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അതിലെ 2-3 ഭാഗങ്ങളൊക്കെ വായിക്കാൻ പറ്റും, പക്ഷേ അതധികം വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത്തരം ആ വിധത്തിലേക്ക് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയാൻ പറ്റുന്ന ഒന്നും ഇവരുടെ കൂട്ടത്തിലില്ല. ഇവരുടെ പ്രസ്ഥാനം SSF എന്ന പേര് പോലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റേതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ SSF എന്നുള്ള സുന്നിങ്ങൾ ഒഴിവാക്കണം. കാരണം എന്താ, ഇവിടെ നമ്മൾ കണ്ടതാണ് 40ാം വാർഷിക സമ്മേളനം. 40ാം വാർഷികം SSFകാരുടെ ഒരു നേർച്ച തന്നെയായിരുന്നു, ഒരു ആണ്ട് നേർച്ച. 40 കൊടിയാദ്യമെത്തി, കൊടികുത്തി നേർച്ച. എന്നിട്ട് ഒരു പെട്ടി കൊണ്ടുവന്ന് എല്ലാ സ്ഥലത്തും വെച്ചു. അതെന്തിനാണ്? കാന്തപുരണ്ടായ പിന്നെ പെട്ടി ആവശ്യമുണ്ടോ പിരിവിന്? പെട്ടി പിരിവിന് വേണ്ടി പെട്ടി വരവ് എന്നൊക്കെ പറയും. ഇവിടെ അത് കുറവായിരിക്കും, കോഴിക്കോട് കണ്ണൂർ മലപ്പുറത്തൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. പെട്ടിയിൽ എന്തൊക്കെയാ പെട്ടീന്റെ ചിത്രം രൂപങ്ങൾ, കാബന്റെ ചിത്രം ഉണ്ടാക്കിയതുണ്ട്. എന്നിട്ട് അതിന്റെ സെന്ററിലേക്ക് പൈസ ഇടാം. പൈസ എന്ന് പറഞ്ഞാൽ എവിടെ ഇവർ കൊണ്ടിടുന്നൊരു സംഭവം. പിരിവിന് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു കൗമ്. അപ്പൊ നേർച്ചന്റെ ഭാഗമായി പെട്ടി വരവ്. പിന്നെ നേർച്ചയാവുമ്പോ എന്തായാലും ചീരണി ഉണ്ടാവുമല്ലോ. അതെന്തായിരുന്നു? ഒരു കുമ്പിൾ പഞ്ചസാര. പല പ്രദേശങ്ങളിലും വന്നിട്ടുണ്ടാവും SSFകാർ. നിർദ്ദേശം എങ്ങനെയായിരുന്നു? ഓരോ വീട്ടിലും പോയി അവൻ മുജാഹിദായാലും ജമാഅത്തായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും SKSSFകാരനായാലും SSFകാരനായാലും വർഗഭാഷ മതദേശ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരോടും ഓരോ കുമ്പിൾ, ഒരു ചാക്കൊന്നും വേണ്ട. ഇത്ര നല്ല കുട്ടികള്, നിങ്ങൾക്ക് കച്ചവടം അറിയോ മക്കളെ? നിങ്ങൾ SKSF, നിങ്ങൾ എന്ത് പഠിച്ച്? ഇതൊന്നും നിങ്ങൾക്ക് തിരിയില്ല. ഇതൊരു നല്ല കച്ചവടമാണ്. നിങ്ങൾ എന്താ കരുതിയത്? ചെറിയൊരു കുമ്പിൾ പഞ്ചസാര ഓരോ വീട്ടിൽ നിന്നും എത്ര ഉണ്ടാവും? ഒരു യൂണിറ്റ് കമ്മിറ്റി പിരിച്ചാൽ. എന്നിട്ട് യൂണിറ്റ് കമ്മിറ്റി കൊണ്ടൊന്ന് പിരിച്ച് എല്ലാ വീട്ടിലും പോയി അത്രമാത്രം, അതിലധികം ഒന്നും വാങ്ങൂല. എന്നിട്ട് യൂണിറ്റ് കമ്മിറ്റി ഒരു ചാക്കിലാക്കും. അത് സെക്ടർ കമ്മിറ്റി കൊടുക്കും. സെക്ടർ ഡിവിഷൻ ജില്ലക്കോ അല്ലെങ്കിൽ കടയിലോ കൊടുക്കും. വിൽപ്പന തന്നെയാണ്. അത് ജില്ല കൊണ്ടുപോയിട്ട് വിൽക്കുക, അല്ലെങ്കിൽ സെക്ടർ ഡിവിഷൻ തന്നെ വിൽക്കുക. എന്താ ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായില്ല? കച്ചവട ശാസ്ത്രം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പാവങ്ങളെ പറഞ്ഞില്ലേ ഇതെന്തിനു വേണ്ടിയാണ്? ഈ പഞ്ചസാര, ഒരു കുമ്പിൾ പഞ്ചസാര സ്വീകരിച്ച് ചാക്കിലിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഈ പഞ്ചസാര എത്ര ഉണ്ടായാലും അതിന്റെ കളർ ഒന്നല്ലേ, വെള്ള കളറല്ലേ? അരിയായിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റുമോ ഈ കച്ചവടത്തിന്? വ്യത്യസ്ത കളറും വ്യത്യസ്ത അരിയായിരിക്കൂലേ? പഞ്ചസാര ഒരൊറ്റ പഞ്ചസാരയാണ്, കച്ചവടത്തിന് ഏറ്റവും പറ്റിയ സാധനമാണത്. അങ്ങനെ ആ പഞ്ചസാര വെച്ചിട്ടാണ് കച്ചവടം നടത്തിയത്. അല്ലാതെ പഞ്ചസാരയിൽ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ SSFന്റെ പേര് വേണമെങ്കിൽ ഷുഗർ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാക്കിയാൽ മോശമാവൂല. അതിനി കോളേജിലാണ് ആ പേര് ഉപയോഗിക്കുന്നത്, കുറച്ചുകൂടി കേമാവും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു വിധത്തിലുള്ള ഒരു സംസ്കാരം,
ഈ ഒരു വിധത്തിലുള്ളൊരു പ്രവർത്തന ശൈലി ഇതാണ് ഈ വിഭാഗത്തിന്റേത്. ഇത് പറയുമ്പോൾ ഇവർ പറയും ഞങ്ങൾ ആരാ, ഞങ്ങൾ ഭയങ്കര മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, ഞങ്ങൾ മതത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്, ഞങ്ങൾ ഒരുപാട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ആ മനുഷ്യന്മാരെ കഥ കേൾക്കണോ? ഇവർ കേരളത്തിൽ ഒരുപാട് സ്ഥാപനം ഉണ്ടാക്കി എന്ന് പറയുന്നവരാണ്. നമ്മൾ നിലകൊള്ളുന്നത് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ റേഞ്ച് കമ്മിറ്റിയുടെ സമ്മേളനത്തിലാണ്. ഈ റേഞ്ചിന്റെ പ്രത്യേകത തന്നെ പറഞ്ഞു. 10-12 എങ്ങാനും മദ്രസ ഈ റേഞ്ചിന്റെ കീഴിൽ തന്നെയുണ്ട്. നമ്മളെ മറുഭാഗത്തെ റേഞ്ചിന് ഇവിടെ ഒരു മദ്രസ എങ്ങാനുള്ളതെന്ന് തോന്നുന്നു. എന്റെ പഴയ ഓർമ്മ ഞാൻ പറയുന്നത്, ചിലപ്പോ ഇല്ലാന്നും വരും. അത് ഇല്ലാതാവുക എന്നുള്ളതാണ് പൊതുവെയുള്ള ശൈലി. ഏതായാലും ഈ ജില്ലയിൽ 650-700ഓളം മദ്രസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുണ്ട്, വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുണ്ട്. എന്നാൽ ഇവിടെ കാന്തപുരം വിഭാഗത്തിന് ഈ ജില്ലയിൽ 55 മദ്രസയുള്ളത്. ഈ ജില്ലയിൽ ഈ സമ്മേളനത്തിൽ നമുക്ക് അനുസ്മരിക്കാവുന്ന സംഭവമാണ്. മുസ്ലിം ബഹുഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു എന്നതിന്റെ തെളിവാതി 10,000-10,000-അടുത്ത് മദ്രസ ഉണ്ടെന്നല്ലേ ഇവിടെ ഉസ്താദുമാർ പറഞ്ഞത്. 9,500-ന്റെയും 10,000-ത്തിനിടയിൽ മദ്രസയുണ്ട് നമ്മുടെ സംസ്ഥക്ക് എന്ന് പറയുമ്പോൾ ഇവര് പറയാറുണ്ട് ഞങ്ങൾക്ക് 25,000 മദ്രസയുണ്ട്. അത് വല്ലാത്ത കഥയാണ്. കാരണം ഇവരെന്നെ പറയാറുണ്ട്, കാന്തപുരം തന്നെ പറയാറുണ്ട്, ഞങ്ങൾക്ക് 2,000 പള്ളിയും 25,000 മദ്രസയുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ 10 മദ്രസയുള്ള നിങ്ങളെ റേഞ്ച് വളരെ ലളിതമായ കണക്കാണ്. 10 മദ്രസയുള്ള നിങ്ങളെ റേഞ്ചിൽ എത്ര പള്ളി ഉണ്ടാവും? ഏറ്റവും ചുരുങ്ങിയ ഒരു 10-40 പള്ളി ഉണ്ടാവില്ലേ? നിസ്കാരപ്പള്ളിയൊക്കെ കൂടിയിട്ടുണ്ടാവില്ലേ? ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ കണക്ക് എങ്ങനെയാ വരേണ്ടത്? 10 മദ്രസ ഉണ്ടെങ്കിൽ 40 പള്ളി ഉണ്ടാവണം. ഇവരെന്താ പറഞ്ഞത്? 25,000 മദ്രസ ഉള്ളവർക്ക് 2,000 പള്ളിയുള്ളത്. കണക്ക് എങ്ങനെ ശരിയാവുന്നുണ്ടോ? ഞങ്ങൾക്ക് 2,000 പള്ളിയുണ്ട്. കാന്തപുരം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 2,000 പള്ളിയുണ്ട് കേരളത്തിൽ നിന്ന്. കാന്തപുരം തന്നെ പറഞ്ഞിട്ടുണ്ട് 2,000 പള്ളി. ഞാൻ ഒരിക്കലും ഇങ്ങനെ അന്വേഷിച്ചു, 2,000 പള്ളി എല്ലാ ഭാഗത്തും ഇങ്ങനെ നോക്കി. ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ അടുത്ത ഭാഗത്ത്. അത് കാന്തപുരം ഉണ്ടാക്കിയെന്നല്ല, കണക്കിൽ അത് മൂപ്പരുണ്ടാക്കിയെന്ന് പറയാം. അതൊക്കെ അങ്ങനെ തന്നെയാണ്, കണക്ക് മൊത്തം അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ കണക്കൂട്ടി നോക്കി. മൊത്തം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മൂപ്പരുണ്ടാക്കിയ പള്ളികൾ പലരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കി. ആ ഗ്രൂപ്പിലുള്ള സമയത്ത് അവസാനം 2,000 കിട്ടുന്നില്ല കണക്കൂട്ടിയിട്ട്. ലാസ്റ്റ് ഞാൻ കുറച്ചു കാലം ദുബൈയിലുണ്ടായിരുന്നു. ആ അനുഭവത്തിന്റെ പേരിൽ ഞാൻ ദിർഹംസിലൊന്ന് കൂട്ടി നോക്കി. അപ്പോഴും കണക്ക് ശരിയാവുന്നില്ല. പിന്നെ അവസാനം മൂല്യം കുറച്ച് കൂടുതലുള്ള ഡോളർ ആയതുകൊണ്ട് അങ്ങനെ കൂട്ടി നോക്കിയപ്പോഴാണ് അത്യാവശ്യം ഒരു കണക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ കണക്കൂട്ടി എത്ര എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഡോളറിന്റെ മൂല്യം തിരിച്ചങ്ങോട്ട് കൂട്ടി നോക്കിയാൽ മതി. ഈ വിഭാഗത്തിന് 25,000 മദ്രസ ഞാൻ പറഞ്ഞില്ലേ, 55 മദ്രസ കണ്ണൂർ ജില്ലയിലുള്ളത്. ഈ വിഭാഗത്തിന് 25,000 മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി കൂട്ടിയല്ലേ കണക്ക് ശരിയാവുള്ളൂ? അല്ലാതെ ശരിയാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ വിഭാഗത്തിന്റെ അവസ്ഥയാണ്. എന്നിട്ട് ഇവർ പറയും, എന്ത് പറയുമ്പോഴും ഞങ്ങൾക്ക് മദ്രസകൾ ഒരുപാടുണ്ട്, ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ വളരെ ക്വാളിറ്റിയുള്ള കുട്ടികളാണെന്ന് പറയും. എന്ത് ക്വാളിറ്റിയാണ്? മതവും ഉണ്ടാവില്ല കുട്ടികൾക്ക്, ദീനുണ്ടാവില്ല, ദുന്യാവുണ്ടാവില്ല, ഒന്നുമില്ലാത്ത കുറെ കുട്ടികൾ ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് ടൗണിൽ മർക്കസിന്റെ കീഴിൽ കോഴിക്കോട് നഗരത്തിലൊരു ഇംഗ്ലീഷ് സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ പേരാണ് മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ. ഈ മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ അവിടെയുള്ള രക്ഷിതാക്കൾ നമ്മളെ കുട്ടികളെ ഇവിടെയുള്ള പല ഇംഗ്ലീഷ് മീഡിയത്തിലും, നമ്മൾ ഇസ്ലാമിക ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തിനാ പറഞ്ഞയക്കുന്നത്? നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ അവർക്ക് കഴിയണം, സംസ്കാരം പഠിക്കണം, മതം പഠിക്കണം, വിദ്യാഭ്യാസം ഉണ്ടാവണം. എല്ലാം മതവും ഭൗതികവും ഒന്നിച്ച് ലഭിക്കാനും ആരാധനകൾ മുടങ്ങാതെ ലഭിക്കാനുമാണ് നമ്മളവിടെ പറഞ്ഞയക്കാറുള്ളത്. എന്നാ പിന്നെ കാന്തപുരത്തിന്റെ കോഴിക്കോട് നഗരത്തിലെ സ്കൂളിൽ പറഞ്ഞയച്ച രക്ഷിതാക്കൾ അവസാനക്കാരെയാണ്. അവർ നോട്ടീസ് ഇറക്കി. അവരവരുടെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് 1,500-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആ കുട്ടികൾക്ക് 3-4 മാസമായിട്ട് അവിടെ ളുഹർ നിസ്കാരം പോലും നിർവഹിക്കാൻ സമയമില്ലത്രേ. വീട്ടിൽ വന്നിട്ടാണ് ആ കുട്ടികൾ നിസ്കരിക്കാം. അങ്ങനെ ഒരു ഗതികേട്. എന്നിട്ടാ പറയുന്നത് ഞങ്ങൾ മതം ഉണ്ടാക്കുന്നു, മതം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ കൗമ്. ഇതാ കേട്ടോളൂ. എന്നിട്ട് രക്ഷിതാക്കൾ നോട്ടീസ് ഇറക്കി. രക്ഷിതാക്കൾ പറഞ്ഞു, മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിലെ രക്ഷിതാക്കൾ പ്രക്ഷോഭത്തിലേക്ക്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ അനാസ്ഥകൾ നിങ്ങൾ അറിയിക്കുന്നതിലേക്കാണ് ഈ നോട്ടീസ്. എന്നിട്ട് ഒന്നാമത്തെ ആവശ്യം രക്ഷിതാക്കളെ നിർത്തലാക്കിയ ളുഹർ നിസ്കാരം പുനഃസ്ഥാപിക്കുക.
എങ്ങനെയുണ്ട്? നിങ്ങൾ ഏതെങ്കിലും കമ്പനിന്റെ മുന്നിൽ CITUവിന്റെയും STUവിന്റെയും ബോർഡ് കണ്ടിട്ടുണ്ടാവും. പ്രവർത്തനം നിർത്തലാക്കി, ഞങ്ങൾ പട്ടിണിയിലായി, പ്രവർത്തനം പുനരാരംഭിക്കുക എന്നൊക്കെ കാണാം. നിസ്കാരം നിർത്തലാക്കിയത് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വിഭാഗത്തിന്റെ അവസ്ഥ. എന്നിട്ട് രണ്ടാമത് ഇവർ പറയാറുണ്ട്, സാധാരണ എന്താ പറയാറുള്ളത്, ഞങ്ങളുടെ മദ്രസകളൊക്കെ ഞങ്ങളെ സ്വന്തമാണ്. അത് സത്യം. 55 സ്വന്തം ഉണ്ടാക്കാൻ നിങ്ങൾ വേണോ? നിങ്ങൾ വേണോ? ഞങ്ങളെ മദ്രസകൾ ഞങ്ങളെ സ്വന്തമാണ്, മറ്റൊക്കെ മഹല്ലുകളുടേതാണെന്ന് പറയാം. ഈ 10 മദ്രസകൾ മഹല്ലിന്റെയാണ്, സമസ്തന്റെ അല്ല. ആയിക്കോട്ടെ, ഞങ്ങളും അതന്നെ പറഞ്ഞത്. കാരണം എന്താ? ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഒരു നാട്ടിലൊരു മദ്രസ ഉണ്ടാക്കും, എന്നിട്ട് ആബാലവൃന്ദം ജനങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഇത് ആർക്ക് കൊടുക്കണം? അപ്പൊ ഏതെങ്കിലും SSFകാരൻ മർക്കസ് പഠിച്ചു വന്നാൾ പറയും, ഇത് നമ്മൾ ഉസ്താദിന്. അപ്പൊ നാട്ടുകാർ മൊത്തം എനിക്ക് ഇരിക്കട അവിടെയാന്ന് പറയും. നിന്റെ ഉസ്താദിനോ? ഉള്ളതൊക്കെ വിറ്റുപെറുക്കിയ ആ മനുഷ്യന് ഞങ്ങളെ മദ്രസ കൊടുക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ തയ്യാറില്ല എന്ന് മഹല്ല് പറയും. അപ്പൊ നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ടാ നിങ്ങൾക്ക് ജനങ്ങളെ മദ്രസ ഇല്ലാതെ. അപ്പൊ പിന്നെന്താക്കൂ? ആകെ 2 റൂം മതിയാവും മദ്രസക്ക്. 10ാം ക്ലാസ് വരെ 8 കുട്ടികളുണ്ടാവുക. 1 മുതലേ പ്രവർത്തകരാകെ 5 ആളൊരു നാട്ടിലുണ്ടാവുമ്പോ 10ാം ക്ലാസ് വരെ പിന്നെ അത്രയിലുണ്ടാവും. ഞാൻ തന്നെ രാമന്തളിയിലാണ് എന്റെ നാട്. രാമന്തളി എന്ന് പറഞ്ഞാൽ 1500ഓളം മുസ്ലിം വീടുകളുള്ള സുന്നി വീട് മാത്രമുള്ള മഹല്ല. ഞാൻ 26 കൊല്ലം ഇയാൾ കൂടാന്ന് പറഞ്ഞാൽ പിളർന്നത് മുതൽ അവിടെ ഞാനും പ്രവർത്തിക്കുന്നുണ്ട്, AP വിഭാഗത്തിന്റെ ആളെ. പക്ഷെ നൂഹ് നബിക്ക് കിട്ടിയ ആളെ പോലും ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ല. എന്താ കാരണം? ഞങ്ങളെ എതിർപക്ഷത്തുള്ളത് പാണക്കാട്ടെ സെയ്ദുമാരെയും ഷംസുല്ലമയും നേതാക്കളാക്കി അവരെ മുന്നിൽ കാണിച്ചിട്ടാണ് സമസ്തയുടെ പ്രവർത്തനം അവിടെ. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ കാണിക്കുന്നത് ഈ തിരുമോന്തായ. ആർക്കെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമോ? ഒരു മനുഷ്യനുണ്ട്, പിന്നെ 5 ആളുണ്ടായാലും ആ 5ഉം പ്രവർത്തകരായി. അതുകൊണ്ട് എന്തെങ്കിലും ഒട്ടിക്കുന്നുണ്ടാവും. അതിപ്പോ ആർക്കും പറ്റൂലേ? 5 തൊഴിലാളികളുടെ കമ്പനികൾ തന്നെയല്ലേ 5 ലക്ഷത്തിന്റെ നാടിന് നയിക്കലുണ്ടാവുക, സൂപ്പർ മാർക്കറ്റും മറ്റൊക്കെ. അപ്പൊ അത് ജോലി, ശമ്പളം പോലുള്ള ഒരു ജോലിയായിട്ട് അത് കണ്ടാൽ മതി. ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരു ജോലി പോലെ കണ്ടാൽ മതി. 5 ആള് ഇങ്ങനെ ഒരു മഹല്ല്, ഓരോ മഹല്ല് സിസ്റ്റം. ആ മഹല്ല് സിസ്റ്റത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വന്നപ്പോ സമൂഹം നിങ്ങൾ നേരിടാൻ നോക്കിക്കോളൂ. ഇതിൽ ലാസ്റ്റ് പറയാണ്, ഇവര് പറയുന്നത് ഞങ്ങളെ സ്വന്തം മദ്രസ എന്ന് പറഞ്ഞവർ അവരുടെ അവസ്ഥ കേൾക്കണം. സ്വന്തം മദ്രസന്റെ അവസ്ഥ. ഈ രക്ഷിതാക്കൾ പറയാണ്, നിസ്കാര ഹാളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന 2 ക്ലാസ് റൂമുകൾ പൊളിച്ചു മാറ്റി നിസ്കാര സൗകര്യം കൂട്ടുക. നിസ്കാരം തന്നെ ഇല്ലാതാക്കി. നിസ്കരിക്കാൻ ആദ്യം ഉണ്ടാക്കിയ ഒരു റൂം ഉണ്ടായിരുന്നു, അതിനകത്ത് 2 ക്ലാസ് റൂമും കൊണ്ടുണ്ടാക്കി. എങ്ങനെയുണ്ട്? ഇവർ സ്കൂളിൽ മക്കളെ പഠിപ്പിച്ചാൽ ഇനി അല്ല മഹല്ല മറ്റി ഇവർക്ക് മദ്രസ കൊടുത്താനുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ സമസ്തക്ക് തരാതെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളിയും മദ്രസ ഇവർ സൂപ്പർ മാർക്കറ്റ് ആക്കൂലേ? ഇതിൽ നിന്ന് അങ്ങനല്ലേ വ്യക്തമാകുന്നു. സ്വന്തം മദ്രസയിലെ ക്ലാസ് റൂം, നിസ്കാര ഹാള് പോലും ക്ലാസ് റൂമാക്കി മാറ്റിയ ഈ വ്യക്തികൾ അങ്ങനെ ആക്കൂലേ? അതുകൊണ്ട് തന്നെ സമുദായം നിങ്ങൾക്ക് തരായിരുന്നത്. ഇതെടുത്ത് കോഴിക്കോട് നിന്നും മറ്റുമൊക്കെ നമ്മൾ തുറന്ന് കാണിച്ച് ജനങ്ങൾക്കിടയിൽ കാന്തപുരം വിഭാഗത്തിന്റെ ഈ ഇസ്ലാമിക വിരുദ്ധത തുറന്നു കാണിച്ചപ്പോ ഇവരൊരു നോട്ടീസ് ഇറക്കി, പുതിയൊരു നോട്ടീസ്. അതിൽ മറുപടി വന്നു, എന്താ നിസ്കാരം നടക്കുന്നില്ല എന്നാ രക്ഷിതാക്കൾ പറഞ്ഞത്. അവിടെ ബോർഡും ഉണ്ട്, എന്റെ കയ്യിൽ എന്റെ എല്ലാ രേഖകളും ഉണ്ട്. അതിന്റെ ആളുകൾ തന്നെ എഴുതി തന്നതും പറഞ്ഞതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞപ്പോ കാന്തപുരം വിഭാഗത്തിന് പിടിച്ചിരിക്കാനില്ല, മർക്കസിന് വല്ലാതെ വിഷമയപ്പോ അവരൊരു മറുപടി നോട്ടീസായി വേറൊരു നോട്ടീസാക്കി. ആ നോട്ടീസിൽ എന്താ പറയുന്നത്? മുതിർന്ന ക്ലാസുകളിൽ ളുഹർ നിസ്കാരം നടക്കുന്നുണ്ട്, ജമാഅത്ത് നടക്കുന്നുണ്ട്. നിസ്കാരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോശമാണ്, നിസ്കാരം നടക്കാത്തത്. അപ്പൊ ജമാഅത്ത് തുടങ്ങിയെന്നാക്കി മാറ്റി. എന്നിട്ട് നോട്ടീസ് മറുപടി, മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ളുഹർ ജമാഅത്ത് നടക്കുന്നുണ്ട്, പിന്നെ അതിന് താഴെയുള്ള കുട്ടികൾക്ക് അടുത്ത വർഷം മുതൽ തുടങ്ങും. ചിന്തിച്ചു, നിസ്കാരം തുടങ്ങുന്നതന്നെ മൊത്തം പറഞ്ഞത്. ഇപ്പൊ നിസ്കാരം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഇത്രയൊക്കെ ശല്യം ചെയ്താൽ തുടങ്ങൂലേ? തുടങ്ങാന്നല്ല നമ്മൾ ഇത് ചെയ്തത്. വെറുതെ പറയാൻ മാത്രമല്ലല്ലോ, ഇനി മറ്റും കൂടി തുടങ്ങട്ടെ, നമ്മൾ നിർത്തിക്കോളും. അപ്പൊ ഇവര് അവിടെ, ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് പഠിച്ചോനെ, മുതിർന്ന ക്ലാസ്സിൽ തുടങ്ങി, മറ്റുള്ളവർക്ക് അടുത്ത കൊല്ലം, അങ്ങനെ ഒരു മസലുണ്ടോ മതത്തിൽ? ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനമല്ലേ, നമുക്ക് ആലോചിക്കാം. ഫിഖ്ഹിന്റെ ഒരുപാട് കിതാബുകൾ പരിശോധിച്ചു, ഉസ്താദുമാരോട് ചോദിച്ചു, ഒരു ലക്ഷ്യം കാണുന്നില്ല. അടുത്ത കൊല്ലം എന്ന് പറഞ്ഞാൽ ഇത്ര മാസമുണ്ട് നിസ്കാരം ആരംഭിക്കാനേ. ഞാൻ കുറെ ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായത്, ഏതായാലും കൂടുതൽ സമയം ഹൈലിനും നിഫാസിനാണ് കൂടുതൽ സമയം നിസ്കാരം ഒഴിഞ്ഞിട്ടുന്നത്. അല്ലാതെ ഇത്ര നീളമുള്ള ഒരു ലീവ് ഒരു നിസ്കാരത്തിന് ഒരാൾക്കും കാണുന്നില്ല. കുട്ടികൾക്ക് അടുത്ത കൊല്ലം മാത്രമേ നിസ്കാരം പാടുള്ളൂ. ഇതാണ് കാന്തപുരം വിഭാഗത്തിന്റെ നിസ്കാരത്തിന്റെ ശൈലി.
പിന്നെ ഇവർ എന്ത് പറഞ്ഞു വരുമ്പോഴും ഇപ്പൊ പുതിയൊരു ശൈലിയായിട്ട് ഇവരെന്താണ്, ഞങ്ങൾ സമുദായത്തിന്റെ മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവരാണെന്നവർ. എന്തിനായി പറയുന്നത്? എന്റെ നേതാവ് കാന്തപുരത്തെ എനിക്കറിയുന്നത് പോലെ ഉള്ളും പുറവും നിങ്ങൾക്കറിയില്ല. ഈ സമുദായത്തെ അയാൾക്ക് ഒന്നുകൂടി ഭിന്നിപ്പിക്കണം. അതിന് സമുദായം ഒരിക്കലും അവസരം കൊടുക്കൂല എന്ന് കാന്തപുരം മനസ്സിലാക്കണം. എന്താ കാരണം? ഒരു കാലഘട്ടത്തിൽ കാന്തപുരത്തിനൊരു ചിന്ത ഉണ്ടായിരുന്നു, സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത, ലീഗ് വിരുദ്ധരായ സമസ്ത ഉണ്ടാക്കുക എന്നൊരു ചിന്ത കാന്തപുരത്തിനുണ്ടായിരുന്നു. അതയാളുണ്ടാക്കി. സമസ്തക്കെതിരായ ലീഗിനെതിരായ സമസ്ത ഉണ്ടാക്കുക എന്നൊരു ചിന്ത കാന്തപുരത്തിനുണ്ടായിരുന്നു. അത് അയാളുണ്ടാക്കി. അത് അയാളെ സംഘടന തന്നെയാണ്. അപ്പൊ അതിന് നമ്മൾ സമസ്തകളുടെ ജമിയത്തുള്ളൂന്ന് പറയണമെന്നില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടാവും, ശരിയാണ്, ഞാൻ തിരുത്തുകയാണ്. ഞാനിപ്പോ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ, രജിസ്ട്രേഷൻ, ഇവിടുത്തെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആർക്കും രജിസ്റ്റർ ചെയ്യാം സംഘടന. അങ്ങനെ കാന്തപുരത്തിന്റെ സംഘടനക്ക് കാന്തപുരം അങ്ങനെ പേരിട്ടെങ്കിൽ നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല, നമ്മളതിന് എതിർക്കുന്നില്ല. കാന്തപുരം സമസ്ത എന്ന് പറഞ്ഞോട്ടെ, ഇവിടെ സമസ്ത കേരള പുലയ മഹാസഭ ഉണ്ട്, അതിനെ നമ്മൾ എതിർക്കാറുണ്ടോ? അതുപോലെ ഇയാളുടെ സംഘടനക്ക് അങ്ങനെ ഇട്ടാൽ നമ്മളെതിരല്ല. പക്ഷെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെതിരെ സമൂഹത്തെ ചിന്തിപ്പിച്ച് ലീഗിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ലീഗ് വിരുദ്ധരായ ഒരു സമസ്ത ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ട് അത് അയാൾ നേടിയെടുത്തിട്ടുണ്ട്. അതാണ് മൂപ്പര സംഘടന ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, എന്നിട്ടും എന്റെ കൂടെ ആള് വന്നിട്ടില്ല. സമുദായത്തിന്റെ മുഖ്യധാര മൊത്തവും സമസ്തയും മുസ്ലിം ലീഗൊക്കെ ഒന്നിച്ചൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇതിനെ ഭിന്നിപ്പിക്കണം, ഇതിനെ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കണം. അതിന് അദ്ദേഹം കണ്ടെത്തിയ പുതിയ വിദ്യയാണ്, കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് തുടങ്ങിയതല്ല, ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കുക, സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കുക. സമസ്ത വിരുദ്ധ ലീഗ് അയാൾക്ക് ഉണ്ടായി കിട്ടണം. ഇവിടെ അതിനെന്താ വഴി? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട്, മുസ്ലിം ലീഗിന്റെ നേതാക്കളോട്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇയാൾ പറയാ, ഞാനിപ്പോ നിങ്ങൾക്കെതിരൊന്നുമല്ല. കേട്ടാ വിചാരിക്കും ഇയാൾ പറയുന്ന സത്യം. ഇയാളുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞ് ഓരോരുത്തർക്കും അറിയാം ഇയാൾ കടുത്ത ലീഗ് വിരോധിയാണ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല, എല്ലാം വിട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ മത്സരിച്ച രണ്ടത്താണി. ഈ രണ്ടത്താണിയെക്കുറിച്ച് കാന്തപുരം എന്താ പരസ്യമായി പ്രസംഗിച്ചത്? രണ്ടത്താണി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് കാന്തപുരവും പേരോടും പൊന്മളയും പ്രസംഗിച്ചു. പക്ഷേ രഹസ്യമായിട്ട് എന്താ ചെയ്തത്? കാന്തപുരത്തിന്റെ സംഘടനയിൽ വിശ്വസിച്ച് തന്നെയാണ്. പക്ഷേ സുന്നിക്കെതിരാണ് ഈ വിഭാഗങ്ങളെന്ന് തെറ്റിദ്ധാരണയാണ് ഞാൻ അതിനകത്തുണ്ടായിരുന്നത്. അന്ന് ഞങ്ങളോട് കാന്തപുരം നിർദ്ദേശിച്ചത് എന്തായിരുന്നു? രണ്ടത്താണിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ. പുറത്ത് ഇങ്ങനെ പറയാം, ഉള്ളിൽ രണ്ടത്താണിക്ക് അനുകൂലമായി. അതിനുവേണ്ടി കാന്തപുരം എന്താ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്? പയ്യന്നൂരിലെ മുഖപത്രം എന്ന പത്രം വിലക്കെടുത്തുകൊണ്ട് ആ മണ്ഡലത്തിൽ കൊണ്ടുപോയി, അവിടെ പൊന്നാനി മണ്ഡലത്തിൽ ഞങ്ങളത് വിതരണം ചെയ്തു. അവിടെ ഞങ്ങൾ വിതരണം ചെയ്തു. അങ്ങനെ ഒരു പത്രം ഉണ്ടാക്കി. കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിനടുത്തുള്ള ഒരു ഓഫീസ് കാന്തപുരം തന്നെ സൗകര്യപ്പെടുത്തി തന്ന് ആ ഓഫീസിൽ നിന്ന് അന്ന് രണ്ടത്താണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി മാസം മുഴുവൻ കാന്തപുരത്തിന്റെ പിന്തുണയോടെ. പുറത്ത് കാന്തപുരം പറയാം ഞങ്ങൾ രണ്ടത്താണിന്റെ ആളല്ല, ഞങ്ങൾ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പുറത്തു പറയാം. ഉള്ളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും അതുപോലെ രാഷ്ട്രീയം പറയാനല്ല ഞാൻ ഈ പറയുന്നത്, കാന്തപുരത്തിന്റെ ഉള്ളിന്റെ ഉള്ള് എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരാണ്. എനിക്ക് കാന്തപുരം നിഷേധിച്ചു വരട്ടെ. സിറാജിൽ നിന്ന് അത് പ്രിന്റ് ചെയ്ത, സിറാജ് പത്രത്തിന്റെ പ്രസിൽ നിന്ന് അതിന്റെ ജനറൽ മാനേജർ കരീം കക്കാട് വഴി പ്രിന്റ് ചെയ്ത് കാന്തപുരം പറഞ്ഞ് പ്രിന്റ് ചെയ്തതിന്റെ ബിൽ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഹാജരാക്കും. അതിന് ഞങ്ങളെ 3 പേരെ ചുമതലപ്പെടുത്തിയത്. ഒന്ന് റിസാലിയുടെ ഒരു എഡിറ്റർ, അയാളുടെ പേരിപ്പം ഞാൻ പറയുന്നില്ല, അയാളിപ്പോ അനങ്ങാതെ നിൽക്കുന്ന ഒരാളാണ്, അയാൾക്ക് വല്ലാതെ ആവശ്യമുണ്ട് തോന്നിയ പേര് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. രണ്ടാമതൊരാൾ OM തരുവണ, സിറാജിന്റെ എഡിറ്ററാണ് അയാളെന്ന്, കാന്തപുരത്തിന്റെ എഴുത്തുകാരനാണ്. മൂന്നാമത്തെ എഡിറ്റർ ഞാൻ. അങ്ങനെ ഞങ്ങൾ 3 പേർക്കായിരുന്നു ആ ചുമതല. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് പ്രസിദ്ധീകരിപ്പിച്ചു. മുഖപത്രം എന്ന പത്രം കേരളത്തിൽ ചർച്ചയായ വിഷയമാണ്. നിങ്ങളൊക്കെ പണ്ട് സലാമത്ത് നഗർ CD-യിൽ കേട്ടിട്ടുണ്ടാവും ഈ പേര്. പക്ഷേ ഇത് നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം കാന്തപുരം വന്നപ്പോഴും ഞങ്ങളെ പേര് ഒരിക്കലും പറഞ്ഞില്ല. കാരണം എന്താ? ഞങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ബന്ധം അങ്ങനെയാണതിൽ. അന്ന് ഞങ്ങളെ പേര് അദ്ദേഹം പറയില്ല, പറഞ്ഞാൽ അത് കാന്തപുരത്തിന് തിരിച്ചടിയാവുമെന്നതുകൊണ്ട് ഈ മുഖപത്രത്തെ നിഷേധിച്ചു. പക്ഷേ മുഖപത്രം പുറത്തിറക്കിയവർ ആരാണെന്ന് അറിഞ്ഞിട്ടും അത് അറിയാമായിരുന്നിട്ടും ഏൽപ്പിച്ച ആളുകൾ ആ ദൗത്യം നിർവഹിച്ചിട്ടും എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് കാന്തപുരത്തിന്റെ രാഷ്ട്രീയമായിരുന്നു.
ഈ കാന്തപുരമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വന്നിട്ട് പറയുന്നത്, അന്ന് ഞങ്ങളെ കൊണ്ട് ഈ പണിയെടുപ്പിച്ച് അവസാനം തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോലും, തെരഞ്ഞെടുപ്പിന്റെ അന്ന് 80,000 വോട്ടിന് ജയിക്കുമെന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ കരുതി അയാൾ വലിയ പണ്ഡിതനല്ല, അതുപോലെ സംഭവിക്കൂ. പഠിച്ചവനെ എഴുതി കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ആ വോട്ടിന്റെ ഭൂരിപക്ഷം. അന്ന് മനസ്സിലാക്കി നമ്മൾ കാന്തപുരം പറഞ്ഞതിന്റെ എതിരാണ് ചിന്തിക്കേണ്ടത്. അന്ന് അത് ചെയ്യിച്ചു ഞങ്ങളെ കൊണ്ട്. എന്നിട്ട് ഈ വിധത്തിൽ സമുദായത്തിനെതിരെ പ്രവർത്തിപ്പിച്ചിട്ട് പുറത്തു മൂപ്പര് പറയാണ് ഞങ്ങൾ ലീഗിന്റെ ആളാണ്. ഇപ്പോഴതാ വീണ്ടും കാന്തപുരം വരികയാണ്. എന്തിന്റെ പേരിൽ? സുപ്രഭാതം പത്രം ഇറങ്ങാൻ പോവാണ്. അപ്പൊ കാന്തപുരത്തിന്റെ അനുയായികൾ സെൻസിങ്ങിലൂടെയൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശം തന്ന് ആ ഒരു നോട്ടീസ് സെൻസിങ്ങിൽ വന്നു, ചന്ദ്രികയും സുപ്രഭാതവും തമ്മിലടിക്കുകയാണ്. എന്നിട്ട് MSFന്റെ ഓഫീസുകളിലേക്കൊക്കെ അത് സപ്ലൈ ചെയ്യാണ്. കാന്തപുരത്തിന്റെ നിശ്ചിതമായ ആളുകൾ ഓരോ ഓഫീസിലേക്കും പോസ്റ്റിലായും അല്ലാതെയും എത്തിച്ചു കൊടുത്തിട്ട് ചന്ദ്രികയുടെ ആളുകൾ സുപ്രഭാതമായിട്ട് ഏറ്റുമുട്ടണം, സുപ്രഭാതം ചന്ദ്രികയായിട്ട്. മക്കളെ, വേറെ പണി നിൽക്കില്ലേ? ഈ സമുദായത്തെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലേ? ഇത് പാണക്കാട്ടെ തങ്ങന്മാർ നേതൃത്വം നൽകുന്ന മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇത് രണ്ടും. ഇത് രണ്ടിനെയും നയിക്കുന്നത് തങ്ങളാണ്. തങ്ങളെ തന്നെ പരസ്പരം തല്ലിക്കാൻ നിൽക്കുകയോ ഒരു വ്യക്തിയെ? ഹൈദരലി തങ്ങളാണ് നയിക്കുന്നത്. ഈ രണ്ട് വിഭാഗത്തെ നയിക്കുന്നത് ഹൈദരലി തങ്ങളാണ്. അപ്പൊ എന്താ കാരണം പറയുന്നത്? സുപ്രഭാതം വന്നാൽ ചന്ദ്രികക്ക് അതൊരു പ്രശ്നമാണ്. കാന്തപുരത്തിന് വിസ്മൃതിയിൽ പണ്ട് സമുദായത്തിന്റെ ശത്രു ചന്ദ്രിക ചേച്ചി എന്ന് വിളിച്ച കാന്തപുരാണ് ഇപ്പൊ പറയുന്നത് ചന്ദ്രികക്ക് നഷ്ടമാണ്. SSFകാരെ പ്രചരണമാണ്. ചന്ദ്രിക നിന്നുപോയില്ലേ? അപ്പൊ നിങ്ങൾ സിറാജ് തുടങ്ങിയപ്പോ ഇതൊന്നും ഓർമ്മ ഉണ്ടായിട്ടില്ലേ? അന്ന് ഓർമ്മയുണ്ടായിട്ടില്ല. എറണാകുളം സമ്മേളനത്തിൽ ചന്ദ്രിക തന്നെ തുറന്നെഴുതിയിട്ടുണ്ട്, സമുദായത്തെ നശിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് കാന്തപുരത്തിന്റേതെന്ന്. ഞാൻ മിനിയാന്നത് ഇങ്ങനെ പഴയ ആ രേഖകൾ SKSFന്റെ ഓഫീസിൽ പോയിട്ട് പഴയ കുറെ രേഖകൾ എടുത്തപ്പോ അതിൽ ഞാൻ കണ്ടു, അതിൽ ലീഗിന്റെ പ്രസ്താവന ഉണ്ട്, ഇത് സമുദായത്തിന്റെ ശത്രുവാണ് കാന്തപുരം, സമുദായ ശത്രുവാണ് കാന്തപുരത്തിന്റെ പാർട്ടി. അത് ഹൈദരലി തങ്ങളല്ല, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത തീരുമാന. ആ തീരുമാനം ഇന്നുവരെ മുസ്ലിം ലീഗും മാറ്റിയിട്ടില്ല, രാഷ്ട്രീയ മതസംഘടനകളും മാറ്റിയിട്ടില്ല. കാരണം എന്താ? സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളാണെന്ന് ഇയാളെ കുറിച്ച് ഇപ്പോഴും എല്ലാവർക്കും അറിയാം. കാരണം എന്താ? തൊട്ടടുത്ത് മണ്ണാർക്കാട് കൊലപാതകം നടന്നു. ആരോ ചെയ്ത കുടുംബപരമായ പ്രശ്നം. CPMന്റെ അനുഭാവികൾ കൂടിയായിരുന്നു. ഒരാൾ എന്റെ കൂടെ പഠിച്ച ആളാണ് അതിൽ മരണപ്പെട്ടത്. മർക്കസിൽ എന്റെ കൂടെ പഠിച്ച ആളാണ്. അള്ളാഹു മരണപ്പെട്ടവരുടെ കബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി നൽകുമാറാവട്ടെ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ മരണപ്പെടാതെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. മരണപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ചർച്ച വേണ്ട. പക്ഷെ മരണപ്പെട്ട ആൾ ജീവിതകാലത്ത് CPMകാരനാണെന്ന് മർക്കസ് പഠിക്കുമ്പോൾ എനിക്കറിയാം. അതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ടല്ലോ. അയാളുടെ ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ട്. ഇപ്പൊ പറയുന്നത് എന്താ? ഞങ്ങളെ പ്രവർത്തകരെയാണ് കൊന്നതെന്ന്. ആരാ? ബൈത്തുൽ മുഖദ്ദിസ് എന്നാ കാന്തപുരം പ്രസംഗിച്ചത്, പ്രസ്താവന ഇറക്കിയെന്ന്. മൂപ്പരവിടെ സന്ദർശിക്കാൻ പോയ ദിവസം. CPMനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പൊ അതിൽ. കാരണം 2 രക്തസാക്ഷികളെ കാന്തപുരം കവർന്നെടുത്തു. ശുഹദാക്കളെന്ന് പറഞ്ഞ് ഇവരിങ്ങോട്ട് കൊണ്ടുവന്നു CPM പ്രവർത്തകരെ. പാർട്ടി പോലും അത് അംഗീകരിച്ചിട്ടില്ല. പാർട്ടിയുടെ പ്രവർത്തകരാന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ മരണപ്പെടാതെ അത്യാസന്നലയിലുണ്ടായ അയാൾ ഇപ്പൊ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. അയാളും സുന്നി പ്രവർത്തകനാണെന്നാ അന്ന് പറഞ്ഞത്. ഇപ്പം മിണ്ടുന്നില്ല ആരും. അയാളുടെ പ്രത്യേകത എന്താണത്രേ? അയാളുടെ സ്വന്തം ഭാര്യയെ വീട്ടിലെ ബാത്റൂമിൽ കൊണ്ടുപോയി കൊന്ന് അതിനുശേഷം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞ വ്യക്തിയാണത്രേ ഈ മനുഷ്യൻ. ഇപ്പൊ സുഖം പ്രാപിക്കുന്ന ആള്. അയാൾ ഏകദേശം ഒരു SSFകാരനാവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. ഈ പറഞ്ഞതാണ് അയാളുടെ പേരിലുള്ള കുറ്റം. അത് ഏറ്റെടുത്തിട്ട് കാന്തപുരം വിളിച്ചു പറയാം ഞങ്ങളെ പ്രവർത്തകരെ കൊല്ലുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം പ്രസ്താവന നടത്തി. ഉടനെ തന്നെ കാന്തപുരം എന്താ ചാനലിലൂടെ പറഞ്ഞത്? ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് പ്രചോദനം നൽകുന്നത് ഹൈദരലി ശിഹാബ് തങ്ങളാണ്, തങ്ങൾ അതുകൊണ്ട് രാജിവെക്കണം. ഈ മനുഷ്യൻ ഇനി മുസ്ലിങ്ങളുടെ അനുകൂലിയാണെന്നും മുസ്ലിം ലീഗിനെയും സമസ്തയും ഇയാളെ പിന്തുണക്കുന്നെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇതാണ് കാന്തപുരം. കാന്തപുരത്തിന്റെ ഉള്ളിലെരിയുന്നത് മുസ്ലിം വിരോധമാണ്, മുസ്ലിം മുഖ്യധാരയോടുള്ള വിരോധമാണ്. അയാൾക്ക് വേണ്ടത് സ്വന്തം അനുയായികളും സ്വന്തം സംഘടനയും സ്വന്തം നേതൃത്വവുമാണ്. എന്നിട്ട് മൂപ്പർക്ക് കുറെ പറയാനും ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാണ് അയാൾ ഇറങ്ങുന്നത്. എന്നിട്ട് മൂപ്പര് പറയാൻ ഞങ്ങൾ സമസ്തന്റെ ആളാ, ചന്ദ്രികക്ക് വല്ലാതെ ക്ഷീണം പറ്റും. എന്നാലൊന്ന് കേട്ടോളൂ. മുസ്ലിം സമുദായത്തിന് കേരളത്തിലുണ്ടായ ഇന്നുള്ള ഭൗതികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവും ഒക്കെയായ പുരോഗതിക്ക് കാരണം ഇവിടുത്തെ ആത്മീയ നേതൃത്വങ്ങളാണ്. പാനൂരാവട്ടെ, കണ്ണൂരാവട്ടെ, കോഴിക്കോടോ, മലപ്പുറത്തോ, തൃശ്ശൂരാവട്ടെ, എവിടെയുള്ള ഒരു പ്രവാസിയും ഒരു ബിസിനസ്സുകാരനും അവന്റെ കച്ചവടത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അവന്റെ വിദേശയാത്രക്ക് പോകുന്നതിന് മുമ്പ്, അവന്റെ എല്ലാറ്റിനു മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് പാണക്കാട്ടെ സയ്യിദുമാരെയും സമസ്തയുടെ പണ്ഡിത
പണ്ഡിതന്മാരെയോ മദ്രസയിലെയോ പള്ളിയിലെയോ നാട്ടിലെ തങ്ങന്മാരെയോ കണ്ട് അവരെ കൊണ്ട് ദുആ ചെയ്യിച്ചുകൊണ്ടാണ് അവർ അവരുടെ ജീവിതം ആരംഭിച്ചത്. അതുകൊണ്ടാ മറ്റ് സംസ്ഥാനക്കാർക്കില്ലാത്തതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്നും ഈ ഇസ്സത്തും സാംസ്കാരികവും സാമ്പത്തികവുമായ പുരോഗതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പാണക്കാട് നിന്ന് ലഭിച്ച അനർഘമായ ഭാഗ്യം മുസ്ലിം ഉമ്മത്ത് നിലനിർത്തുന്നതോടൊപ്പം 300 രൂപ ഓരോ മാസം കൊടുക്കാൻ കെൽപ്പുള്ളവരും കഴിവുള്ളവരുമാണ് മുസ്ലിങ്ങൾ. 2 പത്രം വന്നാലേ 300 രൂപ വരെ ഒരു മാസം. പാണക്കാട്ടെ ശിഹാബ് തങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ പാണക്കാട്ടെ PMS പൂക്കോയ തങ്ങളുടെ ആ പാരമ്പര്യത്തെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആ പാരമ്പര്യത്തോടുള്ള സ്നേഹം കൊണ്ട് 300 രൂപ കൊടുക്കേണ്ടി വന്നാൽ ഞങ്ങൾക്കാർക്കും അതിലൊരു വിഷമില്ല. മാത്രമല്ല പാണക്കാട്ടിൽ നിന്ന് 2 പത്രം വന്നു എന്നേ ഞങ്ങൾ കാണുള്ളൂ. ഇത് പറഞ്ഞ് ഈ സമുദായത്തിൽ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ മൂപ്പരുദ്ദേശിക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനും സമസ്തനും തമ്മിൽ നടക്കും അത്. കാരണം ഇതിന്റെ നേതാക്കൾ ഇവിടെയും അവിടെയുള്ളവർ ഇവിടെയാണ് ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കിടയിലും ഈ ചിന്തയുമായി വരുവരും ഇത് കുറച്ചു കാലങ്ങളായി സംഘടനക്കുള്ളിലുള്ള ചർച്ചയാണ്. അതറിയുന്നത് കൊണ്ട് ഞാനത് തുറന്നു പറഞ്ഞത് മാത്രം. കാരണം ഈ സമുദായത്തെ അസ്ഥിരപ്പെടുത്താൻ കാന്തപുരെടുത്ത പുതിയ നിലപാട് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞെന്ന് മാത്രം. കാന്തപുരത്തിന് എന്തും ഹലാലാണ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ കാന്തപുരം സംഘടന ഉണ്ടാക്കിയത്? ഷംസുൽ ഉലമക്ക് പിഴച്ചു എന്ന് പറയാനല്ലേ. ഷംസുൽ ഉലമയെ പറ്റിയതാ ഇവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ മുമ്പ് പിളർന്ന സമയത്ത് 990 ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി എന്താണ്? നമ്മുടെ സമസ്തയെക്കുറിച്ച് അന്ന് ഞാൻ ആ ഭാഗത്തുള്ള സംഘടന, ആ സംഘടന പറഞ്ഞെന്താ? ബഹുഭൂരിഭാഗവും രാഷ്ട്രീയമില്ലാത്തവരാണ് കാന്തപുരത്തിന്റെ കൂടെ. കാന്തപുരം പറഞ്ഞതാണ്. എന്നിട്ടോ ഇപ്പുറത്ത് പറയാ 100% ലീഗുകാർ. പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്? ഇവിടെ അതന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അതുപോലെ വീണ്ടും രാഷ്ട്രീയം നശിച്ചും സുന്നി വളരണം. കാന്തപുരം പറഞ്ഞതാണെന്ന്. മറുഭാഗത്തിന്റെ വിശേഷണം എന്താ? സുന്നി നശിച്ചും ലീഗ് വളരണം. ഇപ്പൊ നിങ്ങൾക്ക് അതൊക്കെ പോയോ? ആ ചിന്തയൊക്കെ മാറിയോ? ഇത് കാന്തപുരം പറഞ്ഞു വന്നൊരു കാന്തപുരം വിഭാഗം പറഞ്ഞു വന്നൊരു പ്രസിദ്ധീകരണത്തിനാണ് ഞാൻ വായിക്കുന്നത്. സുന്നികളുടെ നയത്തിനൊത്ത് ലീഗ് നയം രൂപീകരിക്കണം എന്നാണ് കാന്തപുരത്തിന്റെ ആവശ്യം. പക്ഷേ നമ്മുടെ നയം എന്താണെന്ന് കാന്തപുരം പറഞ്ഞു? ലീഗിന്റെ നയത്തിനനുസരിച്ച് സുന്നി നയം പ്രഖ്യാപിക്കണം. പിന്നെ ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ തിരിച്ച് ഇവർ നൽകുന്നതോ നേരെ എതിരായും. ഇങ്ങനെ ഈ സമുദായത്തിന്റെ മുഖ്യധാരയെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച് സമുദായത്തിൽ നിന്ന് പണം വാങ്ങി പിരിവ് നടത്തിയിട്ട് പാണക്കാട്ട് സെയ്ദുമാരുടെ മുന്നിൽ പോലും പോയിട്ട് 1000 രൂപയുടെ കൂപ്പൺ കൊടുത്ത് പിരിവ് നടത്തിയവർ അവസാനം ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ പള്ളിയുടെ പേരിൽ പിരിവ് നടത്തിയിട്ടില്ല, ഞങ്ങൾ പള്ളിയുടെ പേരിൽ പിരിവ് നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ വിധത്തിൽ സമുദായത്തിൽ എല്ലാ ഭിന്നതകളും ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവർ ചെയ്തിരിക്കുന്ന ഈ അനിസ്ലാമികവും സാമൂഹിക വിരുദ്ധവുമായ നീക്കങ്ങൾ അവസാനം പിടിക്കപ്പെടുമെന്നും അത് സമുദായം ചോദ്യം ചെയ്യുന്നറിഞ്ഞപ്പോഴാണ് ഈ പ്രവർത്തനത്തിലേക്ക് അവർ എത്തിപ്പെട്ടത്. അല്ലാഹു അക്ബർ.